ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് ഒരുമിച്ച് വീണ്ടും ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് തന്ന കൃപയ്ക്കായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം കർത്താവും പരീശന്മാരും തമ്മിലുള്ള ആശയ സംവാദം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. 9 അധ്യായങ്ങൾ കംപ്ലീറ്റ് ചെയ്യുവാനായിട്ട് കർത്താവ് നമ്മളെ സഹായിച്ചു. ഇന്ന് നമ്മൾ 10-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട, എല്ലാ അധ്യായങ്ങളും പ്രധാനപ്പെട്ടതാണ്, എന്നാൽ അതിലുപരി നമ്മുടെ പ്രായോഗിക ജീവിതവുമായിട്ട് കുറച്ചുകൂടെ അടുത്ത് നിൽക്കുന്ന വിഷയങ്ങളാണ് 10-ാം അധ്യായത്തിൽ കൈകാര്യം ചെയ്യുന്നത്. നമ്മൾക്ക് കൂടുതൽ ആശ്വാസവും പ്രോത്സാഹനവും നൽകുന്നതോടൊപ്പം തന്നെ കൂടുതൽ ഉത്തരവാദിത്വവും നമുക്ക് നൽകുന്ന വിഷയങ്ങളാണ് 10-ാം അധ്യായത്തിൽ കൈകാര്യം ചെയ്യുന്നത്. 9-ാം അധ്യായത്തിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്, കുരുടനായിരുന്ന മനുഷ്യന് കർത്താവ് സൗഖ്യം കൊടുക്കുകയും ആ സൗഖ്യത്തോടുള്ള ബന്ധത്തിൽ പരീശന്മാരുടെ പ്രതികരണവും, അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. അതിനകത്ത് 9-ാം അധ്യായം 35-ാം വാക്യത്തിൽ അവിടെ ഒരു പ്രത്യേക പ്രയോഗം യോഹന്നാൻ അവിടെ എടുത്തുപയോഗിക്കുന്നു. അവനെ പുറത്താക്കി എന്ന് യേശു കേട്ടു. അവനെ കണ്ടപ്പോൾ നീ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ഇവിടെ വളരെ പ്രായോഗികമായിട്ട് കർത്താവ് 10-ാം അധ്യായത്തിൽ കൈകാര്യം, അല്ലെങ്കിൽ തുടർന്ന് കർത്താവ് ചെയ്യുവാനായിട്ട് പോകുന്ന വിഷയത്തിന്റെ ഒരു ഇൻട്രഡക്ഷൻ, അതിനൊരു ആമുഖമായിട്ട് കർത്താവ് ചെയ്യുന്ന കാര്യമാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. അവനെ പുറത്താക്കി എന്ന് യേശു കേട്ടു. അപ്പോൾ അന്ധനായിരിക്കുന്ന മനുഷ്യന് കാഴ്ച കിട്ടി എന്നുള്ളത് ഒരു അനുഗ്രഹത്തിന്റെ വിഷയമായിട്ട് അവർ മനസ്സിലാക്കുന്നതിന് പകരം അവർ ചിന്തിച്ച വിഷയം, ഇവന് ഈ സൗഖ്യം കൊടുക്കുവാൻ ഇവൻ ദൈവപുത്രനാണോ, ഇവനെ ഞങ്ങൾ ദൈവമായിട്ട് അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ വിഷയം. എന്നാൽ അവിടെ കർത്താവ് അവനെ അന്വേഷിച്ചു, അല്ലെങ്കിൽ ഈ അന്ധനായ മനുഷ്യനെ പരീശന്മാർ അവരുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് പുറത്താക്കിയെന്ന് അറിഞ്ഞപ്പോൾ കർത്താവ് അവനെ അന്വേഷിക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന രംഗമാണ് നമ്മൾ 9-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് കാണുന്നത്. 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആ ചേർത്ത് പിടിക്കലിന്റെ വിശദീകരണമാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. നമുക്കറിയാം, 10-ാം അധ്യായം ഇടയനും ആടുകളും എന്നുള്ള വിഷയമാണ് നമ്മൾ ഒറ്റ വാക്കിൽ പറയുമ്പോൾ കൈകാര്യം ചെയ്യുന്ന. ഇടയനും ആടുകളും നമുക്ക് എല്ലാവർക്കും വളരെ പരിചിതമായിരിക്കുന്ന വിഷയമാണ്. ദൈവശാസ്ത്രപരമായും വളരെ പ്രാധാന്യമുള്ള ഒരു അധ്യായമാണ്. രക്ഷയുടെ ഭദ്രത പോലുള്ള വിഷയങ്ങൾ നമ്മൾ പഠിക്കുന്ന പ്രധാനപ്പെട്ട അധ്യായങ്ങളിൽ ഒന്നാണ് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം. എന്നാൽ കർത്താവ് ഈ 10-ാം അധ്യായത്തിലേക്ക് ഈ വിഷയം പറഞ്ഞു വരുമ്പോൾ അതിലേക്ക് കടന്നു പോകുന്ന വഴികൾ നമ്മൾ കൃത്യമായിട്ട് ആ പാതയിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ കർത്താവ് പറയുന്ന വിഷയങ്ങളും യോഹന്നാൻ അത് രേഖപ്പെടുത്തുന്ന രീതിയും ശ്രദ്ധിച്ച് പഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിലും വളരെ അനുഗ്രഹത്തിനും വിചിന്തനത്തിനും ക്രമീകരണത്തിനും ഒക്കെ അതൊരു മുഖാന്തരമാകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. നമുക്ക് ഈ അധ്യായത്തെ പ്രധാനമായിട്ടും 3 സെക്ഷനായിട്ട് നമുക്ക് തിരിക്കാം. അതിന്റെ 10-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ യഥാർത്ഥ ഇടയനും വ്യാജ ഇടയന്മാരും, മെയിൻ സെക്ഷനായിട്ട് വരുന്നത് 21 വരെയുള്ള വാക്യങ്ങളാണ്. അതിനകത്ത് പ്രധാനമായിട്ട് നമ്മൾ ആദ്യം കാണുന്നത് യഥാർത്ഥ ഇടയന്മാരും വ്യാജ ഇടയന്മാരും. അതിനുശേഷമുള്ള വാക്യങ്ങളിൽ 7 തൊട്ട് 10 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് യേശു ആടുകളുടെ യഥാർത്ഥ വാതിലാണ്. 11 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ വരുമ്പോൾ നല്ല ഇടയനാണ്, യേശു നല്ല ഇടയനാണ്. 10-ന്റെ 22 മുതൽ 30 വരുമ്പോൾ നിത്യഭദ്രത അല്ലെ നിത്യ സുരക്ഷിതത്വം. 30 മുതൽ 42 വരെയുള്ള വാക്യങ്ങളിൽ യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തിന്റെ തെളിവ്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഈ അധ്യായത്തെ നമുക്ക് വിഭജിക്കുവാനായിട്ട് കഴിയുന്നത്. നമ്മൾ ആ വിഷയത്തിലേക്ക് വിശദമായിട്ട് വരും. 10-ാം അധ്യായം എഴുത്ത് ആരംഭിക്കുമ്പോൾ, അല്ലെങ്കിൽ തുടങ്ങുന്നത്, കർത്താവ് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു. ആമേൻ ആമേൻ എന്ന വാക്കിന്റെ അർത്ഥം സത്യം സത്യമായി. കർത്താവ് വളരെ ഊന്നൽ കൊടുത്ത് പറയുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇവിടെ പറയുവാനായിട്ട് പോകുന്നത് എന്ന അർത്ഥം. ഈ കുരുടന്മാര്, പരീശന്മാര് ആത്മീകമായി കുരുടന്മാരാണ്. അവർക്ക് ദൈവിക സത്യങ്ങൾ അല്ലെങ്കിൽ അതിന്റെ പ്രകാശം അവർക്കില്ല. അവർ ആത്മീകമായി അന്ധരാണ് എന്നുള്ള കാര്യം പറഞ്ഞതിന് ശേഷം കർത്താവ് അടുത്ത വാക്യത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട വിഷയം, ഇവിടെയും ഇവരുണ്ട്, ഈ പരീശന്മാരുണ്ട്, ശിഷ്യന്മാരുണ്ട്, വലിയൊരു സമൂഹം കർത്താവിന് ചുറ്റുമുണ്ട്. ദേവാലയത്തിലാണ് കർത്താവ് ആയിരിക്കുന്നത് എന്നുള്ള വിഷയവും നമ്മൾ കഴിഞ്ഞ അധ്യായങ്ങളിൽ ശ്രദ്ധിച്ചതാണ്. അപ്പോൾ ഇവിടെ കർത്താവ് 1-ാം വാക്യത്തിൽ പറയുന്ന വിഷയം, ആട്ടിൻ തൊഴുത്തിൽ വാതിലൂടെ കടക്കാതെ
വേറെ വഴിയായി കയറുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാകുന്നു. ഒരു വിഷയം കർത്താവ് സംസാരിച്ചു തുടങ്ങുമ്പോൾ ശരിക്കൊരു നല്ലൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടാണ് കർത്താവ് ബാക്കി കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ കർത്താവ് ഞാൻ നല്ല ഇടനാന്ന് പറഞ്ഞങ്ങ് തുടങ്ങിയത് കുറച്ചൊരു ആശ്വാസമായേനെ. പക്ഷെ ഇവിടെ കർത്താവ് പറയുകയാണ്, ആട്ടിൻ തൊഴുത്തിൽ വാതിലൂടെ കടക്കാതെ മറുവഴികളിലൂടെ കടക്കുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാകുന്നു. ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള ഫോക്കസ് എന്ന് പറയുന്നത് പരീശന്മാരാണ്. ഈ പരീശന്മാരെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇസ്രായേൽ ജനത്തിന്റെ യഹൂദന്മാരുടെ ലീഡേഴ്സാണ്. സൻഹദ്രീൻ സംഘമുണ്ട്. അങ്ങനെയുള്ള ലീഡേഴ്സിലെ മെയിൻ ആൾക്കാരാണ് പരീശന്മാര്. ഇസ്രായേൽ ജനത്തെ, അവിടുത്തെ സംവിധാനത്തെ ഒക്കെ നിയന്ത്രിക്കുന്ന ആളുകളാണ് പരീശന്മാര്. എന്നാൽ കർത്താവ് അവരെ ഒറ്റ വാക്കിൽ പറയുന്ന വിഷയം, ഇവര് വേറെ വഴിയായിട്ട് കടന്നു വന്നവരാണ്. നമ്മൾ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവനിയോഗമില്ലാതെ ശുശ്രൂഷ സ്ഥാനത്ത് വന്നവർ. അതാണ് നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ, ബിബ്ലിക്കൽ ന്യൂ ടെസ്റ്റ്മെന്റ് ലാംഗ്വേജിൽ അല്ലെങ്കിൽ സഭയോടുള്ള ബന്ധത്തിൽ നമ്മൾ പഠിച്ചു വരുമ്പോൾ ദൈവനിയോഗമില്ലാതെ ശുശ്രൂഷ സ്ഥാനങ്ങളിൽ കയറിക്കൂടിയവർ എന്ന് പറയാം. അതാണ് ശരിയായ പ്രയോഗം. അവരെ ദൈവമാക്കിയതല്ല, അവരാൽ തന്നെ അങ്ങോട്ട് വന്നതാണ്. അതിന് രണ്ട് കാരണങ്ങളാണ്: സ്വാധീനം, ജനസ്വാധീനം, സാമർഥ്യം. ഇതൊക്കെ ഉപയോഗിച്ച് അവിടെ വരുന്നു. പരീശന്മാരുടെ ഇടയ്ക്കിലും ലീഡർഷിപ്പ് വരുന്നവർ എല്ലാ കാലത്തും അങ്ങനെയാണ്. നമ്മൾ മനുഷ്യ ചരിത്രം പഠിക്കുമ്പോൾ സാമർഥ്യമുള്ളവരാണ് എപ്പോഴും ലീഡർഷിപ്പിൽ വരിക. അപ്പോൾ കർത്താവ് അവരെ കുറിച്ച് പറയുന്ന വിഷയം, അവർ ആട്ടിൻ വാതിലിൽ കൂടി അല്ലാതെ വേറെ വഴി വന്നു. ആട്ടിൻ വാതിൽ അത് യഹൂദന്മാർക്ക് അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തിന്, പ്രത്യേകിച്ച് പാശ്ചാത്യ നാടുകളിലുള്ള ആളുകൾക്ക് മനസ്സിലാകുന്ന ഒരു പ്രയോഗമാണ് ആട്ടിൻ വാതിൽ. നമുക്കറിയാം അബ്രഹാമിനും അവരുടെ പൂർവ്വപിതാക്കന്മാരുടെ ഒക്കെ മെയിൻ കൃഷി ആട് കൃഷിയായിരുന്നു, കന്നുകാലി കൃഷി ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഏറ്റവും മനസ്സിലാകുന്ന അവരുടെ തൊഴിലിനോട് അല്ലെങ്കിൽ അവരുടെ ഉപജീവന മാർഗത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരു ഉദാഹരണം തന്നെ കർത്താവ് എടുത്തുകൊണ്ട് പറയുകയാണ്, വാതിലിൽ കൂടി കടക്കാതെ വളഞ്ഞ വഴിക്കകത്ത് വരുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാവുന്നു. അപ്പൊ വ്യാജ ഇടയന്മാർ, അതാണ് കർത്താവ് പറഞ്ഞത്, കള്ളന്മാരായിരിക്കുന്ന ഇടയന്മാർ. അവരുടെ പ്രത്യേകത എന്താണ്? ഇപ്പൊ രണ്ട് പ്രധാന വാക്ക് അവിടെ പറയുന്നു, കള്ളനും കവർച്ചക്കാരനുമാകുന്നു. 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അത് കുറച്ചുകൂടെ വിശദമായിട്ട് പറയുകയാണ്. അതിന്റെ 8-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, എനിക്ക് മുമ്പേ വന്നവരൊക്കെയും കള്ളന്മാരും കവർച്ചക്കാരും അത്രേ. അപ്പോൾ ഇവിടെ രണ്ട് കൂട്ടം ആളുകളെ നമുക്ക് കാണുവാനായിട്ട്. ഈ കള്ളന്മാരുടെ പ്രത്യേകത, കള്ളന്മാർ രണ്ട് ടൈപ്പ്, കള്ളന്മാരും കവർച്ചക്കാരും. എന്തിനാ കർത്താവ് ഈ രണ്ട് വാക്ക് ഉപയോഗിച്ചാൽ? യോഹന്നാൻ ഈ രണ്ട് വാക്കുകളും കർത്താവിൽ നിന്ന് സ്പെഷ്യലായിട്ട് എടുത്തു പറഞ്ഞ കള്ളൻ, നമ്മളെല്ലാവരും കള്ളൻ എന്ന് പറയും. കള്ളൻ എന്ന് പറഞ്ഞാൽ വീട്ടുടമസ്ഥന്റെ അറിവില്ലാതെ, വീട്ടുടമസ്ഥനെ അറിയാതെ അദ്ദേഹത്തെ ഒന്നെങ്കിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ അല്ല അദ്ദേഹം വീട്ടിലില്ലാത്തപ്പോൾ വീട്ടിൽ അതിക്രമിച്ച് കയറുന്നവനാണ് കള്ളൻ. രണ്ടാമത്തത് കവർച്ചക്കാരനാണ്. അത് വീട്ടുകാരനെ മുൾമുനയിൽ തോക്കിന്റെയോ കത്തിയുടെയോ ഒക്കെ മുന്നിൽ നിർത്തി ഭീഷണിപ്പെടുത്തി രണ്ടുപേരുടെയും ലക്ഷ്യം അപഹരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആട്ടിൻകൂട്ടത്തിൽ കടന്നുകൂടുന്ന, ആട്ടിൻകൂട്ടത്തെ അപഹരിക്കുവാനായിട്ട് കടന്നുകൂടുന്ന വ്യാജ ഇടയന്മാരെ കുറിച്ച് നിങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കണം എന്ന് കർത്താവ് പറയുകയാണ്. ഇത് കൃത്യമായിട്ട് പരീശന്മാരുടെ നെഞ്ചത്ത് കൊള്ളുന്നുണ്ട് എന്ന് നമുക്ക് മുന്നോട്ട് വരുമ്പോൾ വായിക്കാനായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ഇവിടെ കർത്താവ് പ്രത്യേകമായിട്ട് എടുത്തു പറയുന്ന ഒരു വിഷയം, ഈ ആടുകൾ അത് വിശ്വാസികളോടുള്ള ബന്ധത്തിലാണ്, അല്ലെങ്കിൽ തന്നിൽ വിശ്വസിക്കുന്നവരെയാണ് ആടുകൾ എന്ന് കർത്താവ് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇപ്പൊ വ്യാജ ഇടയന്മാരുടെ ഒന്നാമത്തെ പ്രത്യേകത, അവര് നേരായ വഴി വരാതെ വളഞ്ഞ വഴികളിലൂടെ വരുന്നു. ഇങ്ങനെയുള്ള ഇടയന്മാർ ഇസ്രായേൽ ജനത്തിൽ നമുക്കറിയാം. പഴയ നിയമകാലത്തും ഇസ്രായേൽ ജനത്തെ തെറ്റിലേക്ക് നടത്തിയ അനേകരെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. രാജാക്കന്മാരുണ്ട്, പ്രവാചകന്മാരിൽപ്പെട്ടവരുണ്ട്. യിരെമ്യാവിനെ പോലെ കർത്താവിന് വേണ്ടി വളരെ തീക്ഷ്ണമായിട്ട് നിന്ന ആളുകളുണ്ട്. എന്നാൽ അതേ തന്നെ പ്രവാചക ശുശ്രൂഷയിൽ ജനത്തെ തെറ്റിച്ചു കളഞ്ഞ ആളുകളുണ്ട്. രാജാക്കന്മാരിൽ ജനത്തെ തെറ്റിച്ചവരുണ്ട്, ന്യായാധിപന്മാരിൽ ജനത്തെ തെറ്റിച്ചവരുണ്ട്. ലീഡർഷിപ്പിൽ ദൈവജനത്തെ ക്രമക്കേടിലേക്ക് നടത്തിയ വലിയൊരു ചരിത്രം ഇസ്രായേലിന് മുമ്പിലുണ്ട്. അപ്പോൾ കർത്താവ് പറയുന്ന വിഷയം, ഇങ്ങനെയുള്ളവർ, അതായത് യോഗ്യമല്ലാത്ത വഴിയിലൂടെ അകത്ത് കയറി ആടുകളെ ചിതറിച്ചു കളയുക, അവരെ അപഹരിക്കുക എന്നുള്ള വാക്കാണ് അവിടെ കർത്താവ് പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നത്. അവർ കവർച്ചക്കാരാണ്, അവരെ അപഹരിക്കുന്നവരാണ് എന്ന് പറയുന്നു. അവര് ഒന്നാമത് വാതിലിൽ കൂടി കടക്കുന്നില്ല, രണ്ടാമത് കള്ളനും കവർച്ചക്കാരനുമാകുന്നു. മൂന്നാമത് അവരെ കുറിച്ച് വായിക്കുന്നത്, അവർ ആടുകളുടെ വേഷം ധരിച്ചു വരുന്നു. മത്തായി സുവിശേഷം 7-ാം അധ്യായം 15-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അത് ദുരുപദേശകന്മാരെ കുറിച്ച്, കള്ളപ്രവാചകന്മാരെ കുറിച്ചൊക്കെയാണ് ആ വാക്ക് പറയുന്നത്. അവിടെ പറയുന്നത്, അവർ ആടുകളുടെ വേഷം ധരിച്ച് ആടുകളുടെ ഇടയിലേക്ക് വരുന്നു. ദുരുപദേഷ്ടാക്കളുടെ ഒരു പ്രത്യേകത അതാണ്. കർത്താവിന്റെ കാലത്തും അവരുണ്ട്, ഇസ്രായേൽ ജനത്തിനിടയിലും അവരുണ്ട്. ഇവർ ആക്ച്വലി യഹൂദന്മാരല്ല,
ഇവർ ആക്ച്വലി പരീശന്മാരെന്ന് പറഞ്ഞെങ്കിൽ ഇവർ ഹൃദയം കൊണ്ട് പരിച്ഛേദന ഇല്ലാത്ത ആളുകളാണ്. എന്ന് പറഞ്ഞാൽ ഇവര് ജന്മം കൊണ്ട് പരീശന്മാരാണെങ്കിലും വിശ്വാസം കൊണ്ട് യഹൂദനുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആളുകൾ. അവരെയാണ് നമ്മളിവിടെ കാണുന്നത്. കർത്താവ് ഇവരെ കള്ളന്മാരിനും കവർച്ചക്കാരനും വിളിക്കുന്നു. പിന്നീട് വരുമ്പോൾ നിങ്ങൾ എൻ്റെ ആടുകളുടെ കൂട്ടത്തിലുള്ളതല്ല എന്ന് കർത്താവ് കൃത്യമായിട്ട് അവരുടെ മുഖത്ത് നോക്കി പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് ഒരു മുന്നറിയിപ്പാണ് കർത്താവ് ആദ്യമായിട്ട് കൊടുക്കുന്നത്. സഭയോടുള്ള ബന്ധത്തിൽ വരുമ്പോൾ കൊരിന്ത്യ ലേഖനത്തിൽ 2 കൊരിന്ത്യർ 11-ാം അധ്യായം 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ വരുമ്പോൾ അവിടെ അപ്പോസ്തലൻ പൗലോസ് മുഖാന്തരം ദൈവാത്മാവ് പറയുന്ന 3-4 കൂട്ടം ആളുകളുണ്ട്. 2 കൊരിന്ത്യർ 11-ാം അധ്യായം 13 മുതൽ 15 വരെ അവിടെ പറയുന്ന ഒന്നാമത്തെ ആൾക്കാർ കള്ള അപ്പോസ്തോലന്മാർ. അപ്പോസ്തോലന്മാരുടെ ശുശ്രൂഷകൾ വ്യാജമായി ചെയ്യുന്ന, ദൈവനിയോഗമില്ലാത്ത, ഞങ്ങളും അപ്പോസ്തോലന്മാരാണ് എന്ന് അവകാശപ്പെടുന്ന ഒരു കൂട്ടം ആളുകൾ 1-ാം നൂറ്റാണ്ടിൽ തന്നെ അപ്പോസ്തോലന്മാർ ശുശ്രൂഷ ചെയ്തിരുന്ന കാലത്ത് തന്നെ സഭയിൽ കടന്നുകൂടിയിരുന്നു. അവർ കള്ള അപ്പോസ്തോലന്മാരാണ്, കപട വേലക്കാർ. അത് ദൈവത്തിന് നിയോഗമില്ല, അവർ വേല ചെയ്യുന്നു എന്ന് ഭാവിക്കുന്നു, അവർ കപട വേലക്കാരാണ്. അപ്പോസ്തോലന്മാരുടെ വേഷം ധരിക്കുന്നവര്. അപ്പോൾ നമ്മൾ അവിടെ വായിച്ച മത്തായി സുവിശേഷത്തിൽ വായിച്ചത് ആടുകളുടെ വേഷം ധരിക്കുന്നു. കൊരിന്ത്യ ലേഖനത്തിൽ വരുമ്പോൾ പൗലോസ് അപ്പോസ്തലനിലൂടെ പറയുന്നത് അവർ അപ്പോസ്തലന്മാരുടെ വേഷം ധരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ യേശുവിനെ കണ്ടിട്ടുണ്ട്, ഞങ്ങൾ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നു. ഇങ്ങനെയുള്ള നിലകളിൽ ദൈവജനത്തെ തെറ്റിക്കുവാനായിട്ട് ദൈവജനത്തിന് ഇടയിൽ ശുശ്രൂഷകന്മാരുടെ വേഷത്തിലും വിശ്വാസികളുടെ വേഷത്തിലും കടന്നുകൂടുന്ന ആളുകളെ കുറിച്ചുള്ള മുന്നറിയിപ്പാണ് കർത്താവ് ആദ്യമായിട്ട് നൽകുന്നത്. അതിന്റെ അവസാന ഭാഗത്ത് വരുമ്പോൾ 15-ാം വാക്യത്തിൽ വരുമ്പോൾ നീതിയുടെ ശുശ്രൂഷകന്മാരുടെ വേഷം ധരിക്കുന്നു. ഇതെല്ലാ കാലത്തും നമുക്കറിയാം. ക്രിസ്തീയ സമൂഹത്തിൽ കഴിഞ്ഞ 2000 വർഷങ്ങളായിട്ട്, അധികം വർഷങ്ങളായിട്ട് എന്ത് സംഭവിക്കുന്നു? പലവിധ ദുരുപദേശങ്ങൾ സഭയ്ക്കുള്ളിൽ വരുന്നു. ഈ ദുരുപദേശങ്ങളുടെ ഒരു പ്രത്യേകത, ഇത് ആഴത്തിൽ സഭയിൽ വേരുന്നു. അതിന് കാരണം ജനസ്വാധീനമുള്ള, വാചക കസർത്തുള്ള, കാണാൻ നല്ല ഭംഗിയുള്ള, ആഠ്യത്വമുള്ള കുടുംബങ്ങളിൽ നിന്നൊക്കെ വന്നവരാണ് ദുരുപദേശങ്ങളുമായിട്ട് ഇതിനുള്ളിലേക്ക് കടന്നു വരും. അവർക്ക് സമ്പത്തുണ്ട്, സ്വാധീനമുണ്ട്, സാമർഥ്യമുണ്ട്. ഇതുകൊണ്ട് ഇവര് നീതിയുടെ ശുശ്രൂഷകന്മാരായി വേഷം കെട്ടി സഭയ്ക്കുള്ളിൽ കടന്നു കഴിയുമ്പോൾ ഇവരെ തിരിച്ചറിയുവാനായിട്ട് ആടുകൾക്ക് കഴിയാതെ വരും. കാരണം ഇവർ നേരായ പാതയിലല്ല, അവർ ദൈവമാക്കിയിട്ട് വരുന്നവരല്ല. ദൈവമാക്കിയിട്ട് വരുന്നവർക്ക് ദൈവത്തിന് വിരോധമായി, ദൈവവചനത്തിന് വിരോധമായിട്ട് പഠിപ്പിക്കുവാനായിട്ട് കഴിയുകയില്ല. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് മുഖാന്തരം ഇവിടെ പറയുന്ന വിഷയം എന്ന് പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്യണം? ഏതാത്മാവും ദൈവത്തിൽ നിന്നുള്ളതോ എന്ന് നിങ്ങൾ പരിശോധിച്ചിട്ട് സ്വീകരിക്കണം. അപ്പൊ അതിന്റെ ശരിയായ പ്രയോഗം അപ്പോസ്തല പ്രവൃത്തി നമ്മൾ കാണുന്ന ബെരോബയിലുള്ള വിശ്വാസികൾ, അപ്പോസ്തോലന്മാർ അവരെ പഠിപ്പിച്ച വിഷയങ്ങൾ പോലും അവർക്ക് ലഭ്യമായ തിരുവെഴുത്തുകളുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ തന്നെയോ എന്ന് പരിശോധിച്ചു. അപ്പൊ കേൾക്കുന്ന വചനങ്ങളെ ദൈവവചനപ്രകാരം പരിശോധിക്കുന്ന ഉത്തരവാദിത്വം ആടുകൾക്കുണ്ട്. അപ്പോൾ കർത്താവ് പ്രാരംഭമായിട്ട് പറഞ്ഞു വരുന്ന വിഷയം, ഈ ഒരു വിഷയത്തെക്കുറിച്ച് ആടുകൾ, വിശ്വാസികൾ ജാഗ്രതയുള്ളവരായിരിക്കണം. ആ ഒരു മുന്നറിയിപ്പാണ് കർത്താവ് പ്രധാനമായിട്ട് നൽകുന്നത്. ഇത് പരീശന്മാരുണ്ട്, ശിഷ്യന്മാരുണ്ട്, കർത്താവിൽ വിശ്വസിച്ച ആളുകളുണ്ട്. ഇവർ ഒരുമിച്ചിരിക്കുമ്പോൾ കർത്താവ് അവരോട് പറയുന്ന ഒരു വിഷയം, ഈ എല്ലാ ഉപദേഷ്ടാക്കന്മാരും ദൈവത്താൽ അയക്കപ്പെട്ടവരല്ല. അതാണ് കർത്താവ് പ്രധാനമായിട്ട് പറയുന്നത്. അത് കർത്താവ് പറയുന്നത് ഇതിനു മുമ്പ് പലരും വന്നിട്ടുണ്ട് എന്ന് കർത്താവ് താഴോട്ട് വരുമ്പോൾ പറയുന്നുണ്ട്. അപ്പോൾ ഇവരെ തിരിച്ചറിയുവാനായിട്ടുള്ള അടയാളം എന്ന് പറയുന്നത്, ഇവര് വാതിലിൽ കൂടി വരുന്നവരല്ല, ഇവര് കവർച്ച, ദൈവജനത്തെ ചൂഷണം ചെയ്ത് ഉപജീവനം കഴിക്കാൻ. നമ്മൾ പ്രവാചക പുസ്തകത്തിൽ നമ്മുടെ വാക്യത്തിലേക്ക് വരും. ആടുകളെ ചൂഷണം ചെയ്ത് സ്വന്തം കാര്യം, സ്വന്തം സംരംഭം. നമ്മൾ വായിക്കുന്നുണ്ട്, ഈ ലേവിയുടെ പുത്രന്മാരെ, ഏലിയുടെ പുത്രന്മാരോടുള്ള ബന്ധത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവത്തിന് യാഗം അർപ്പിക്കേണ്ട മേധസ്, ഏറ്റവും ശ്രേഷ്ഠമായ പോഷക അല്ലെങ്കിൽ മാംസം അവരെടുത്ത് തങ്ങളെ തന്നെ പോഷിപ്പിച്ച് തങ്ങളുടെ അപ്പനും കൊടുത്തു. അപ്പോൾ ദൈവ ശുശ്രൂഷയിൽ ദൈവത്തിന് സ്ഥാനം കൊടുക്കേണ്ട അവസ്ഥയിൽ അത് കൊടുക്കാതെ തന്നെത്താൻ പോഷിപ്പിക്കുന്ന ഇടയന്മാർ, ശുശ്രൂഷകന്മാർ, ഇവർ ദൈവത്താൽ നിയോഗിതരല്ല എന്നുള്ള വിഷയമാണ് കർത്താവോട് പ്രാരംഭമായിട്ട് ഓർപ്പിക്കുന്നത്. ഇത് ആരെക്കുറിച്ചാണ് പറയുന്നത്? ഈ പരീശന്മാരെ കുറിച്ചാണ് പറയുന്നത്. ഈ പരീശന്മാർ സൻഹദ്രീം സംഘം പോലുള്ള യഹൂദ സംഘത്തിന്റെ ലീഡർഷിപ്പിൽ ഇരുന്നു കൊണ്ട് ഇവർ ദൈവജനത്തെ വഴിതെറ്റിക്കുന്നതിൽ, ദൈവജനത്തെ ചൂഷണം ചെയ്ത് സ്വാധീനം ചെലുത്തുന്നതിൽ മുന്നിട്ട് നിൽക്കുകയും. ഇതെല്ലാ കാലത്തുള്ള ഒരു പ്രതിഭാസമാണ്. അപ്പൊ ഇതെന്തിനാ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്? സഭയിൽ, സഭാകാലയളവിൽ വിശ്വാസികൾ നമ്മൾ ഈ വിഷയം പഠിക്കുമ്പോൾ ഇങ്ങനെ ഒരു പ്രതിഭാസം ലോകത്തിലുണ്ട്, ഇങ്ങനെ ഒരു പ്രതിഭാസം
ദൈവജനത്തിനിടയിൽ എല്ലാ കാലത്തും ഉണ്ട് എന്ന് മനസ്സിലാക്കി നമ്മൾ വിവേചന ബുദ്ധിയോടുകൂടി കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള വിഷയത്തിലാണ്. അപ്പൊ അതുകൊണ്ടാണ് തിമത്യോസിനോട് പൗലോസ് കൂടുതൽ കൂടുതൽ ഓർപ്പിച്ചുകൊണ്ട് ദൈവാത്മാവ് ഈ സഭാ ശുശ്രൂഷയ്ക്ക് വേണ്ടി പൗലോസിന് ശേഷം സഭകളുടെ ഉത്തരവാദിത്തങ്ങൾ ഫലമേൽപ്പിക്കുമ്പോൾ നീയോ പഥ്യോപദേശത്തിന് ചേരുന്നത് പ്രസ്താവിക്കണം. നീ പഥ്യോപദേശത്തിന് നിന്നിൽ നിക്ഷിപ്തമായ ഉപനിധി നീ സൂക്ഷിച്ചുകൊള്ളണം. അപ്പോൾ ആ വിശ്വാസത്തിന്റെ ഉപനിധി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഉപദേശ വിശുദ്ധി എന്ന് പറയുന്നത് സൂക്ഷിക്കേണ്ടത് ശുശ്രൂഷകന്മാരുടെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ ദൈവം ആകാത്ത വേലക്കാരല്ല, ആകുന്ന വേലക്കാർ, ദൈവത്താൽ നിയോഗിതരായ ശുശ്രൂഷകന്മാർ ഈ വിഷയത്തിൽ വളരെ ജാഗ്രത പുലർത്തണം. ഇങ്ങനെ ഒരു അപകടം വരുന്നു എന്നത് സഭയെ അറിയിക്കേണ്ട ഉത്തരവാദിത്വം ശുശ്രൂഷകന്മാർക്ക്. ഇവിടെ കർത്താവ് ഈ കാര്യം പറഞ്ഞു വരുമ്പോൾ നമുക്കത് ഇവിടെ രക്ഷയുടെ പ്രാരംഭ പടികളാണ് കർത്താവ് എന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ സുവിശേഷത്തിന്റെ ഗ്രേറ്റ് കമ്മീഷൻ, അതിന്റെ പ്രാക്ടിക്കലായിട്ടുള്ള പ്രാരംഭ നടപടികൾ കർത്താവ് ചെയ്തു വരുമ്പോൾ വിശ്വാസികളെ ഓർപ്പിക്കുന്ന പ്രധാനപ്പെട്ടതായിരിക്കുന്ന വിഷയം, താൻ ആരാണ് എന്ന് പറയുന്നതിന് മുമ്പ് താൻ തന്നെത്താനെ പറയുന്നത് ഇങ്ങനെ ഒരു അപകടമുണ്ട്. ശരിയായ വാതിലിൽ കൂടെ അല്ലാതെ കള്ളന്മാരും കവർച്ചക്കാരും ദൈവജനത്തിനോട് ഇടയിൽ കടന്നുകൂടിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കണം. അതാണ് ആദ്യത്തെ സെക്ഷനിൽ നമ്മൾ 1-ാം വാക്യത്തിൽ വായിച്ചത്. 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യഥാർത്ഥ ഇടയന്റെ പ്രത്യേകതകൾ. 1-ാമത്തെ സെക്ഷൻ 6 വരെയുള്ള വാക്യങ്ങളാണ്. അപ്പൊ നമ്മൾ യഥാർത്ഥ ഇടയന്റെ പ്രത്യേകതകൾ കർത്താവ് ആദ്യം പറഞ്ഞത് വ്യാജ ഇടയന്മാര്, അവര് കള്ളന്മാരാണ്, കവർച്ചക്കാരാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാതെ നമ്മളെ സ്വാധീനം ചെലുത്തും, നമ്മളുടെ മേൽ സ്വാധീന ശക്തികളായി നിന്നുകൊണ്ട് നമ്മളെ സ്വാധീനം ചെലുത്തും എന്ന് പറഞ്ഞാൽ നമുക്ക് ചില വ്യക്തികളോട് വിധേയത്വം, ദൈവവചനത്തെക്കാൾ ഉപരി ബഹുമാനം. ഒരാൾ നല്ല ക്ലാസ് എടുക്കുന്നു, ഉദാഹരണം ഇപ്പൊ എന്റെ ഉദാഹരണം പറയുന്നത് വേറെ ആർക്കും ഹർട്ടാകത്തില്ല. ഇപ്പൊ ഞാൻ ക്ലാസ് എടുക്കുന്നു, നല്ല ക്ലാസ് ആണ് എന്നൊരു ചിന്ത വന്നാൽ ഞാൻ പറയുന്നത് എല്ലാം മാത്രമാണ് ശരിയെന്നൊരു ചിന്തയിലേക്ക് വിശ്വാസികൾ വരികയാണെങ്കിൽ അവിടെ പ്രശ്നമുണ്ടാകും. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ശരിയായ ആശയം എന്ന് പറഞ്ഞാൽ, ഒരു വിശ്വാസിയുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ആത്മീകനോ സകലത്തെയും വിവേചിക്കുന്നു. രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ ദൈവവചനം കേൾക്കുമ്പോൾ അത് പഠിപ്പിക്കുന്ന വ്യക്തിയുടെ ക്വാളിറ്റി, സ്വാധീനം ഇതല്ല പ്രധാനം. ദൈവവചന പ്രകാരം അത് ശരിയോ എന്ന് മാറ്റുരച്ച് നോക്കുന്ന ഒരു അനുഭവം ഉണ്ടാകണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ അറിയാതെ നമ്മളെ കവർന്നു കൊണ്ടുപോകുന്ന കവർച്ചക്കാരായിട്ട് ദുരുപദേശകന്മാർ അകത്തുള്ളിലേക്ക് വരും. നമുക്കറിയാം, വേർപാട് സമൂഹത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് കർത്താവിന് വേണ്ടി വളരെ പ്രൊട്ടസ്റ്റന്റ് ഗ്രൂപ്പുകൾ അനേകമുണ്ട്. ഇതിൽ നിന്ന് അനേക ഗ്രൂപ്പുകൾ കൾട്ട് ഗ്രൂപ്പുകളായിട്ട് മാറുവാനായിട്ടുള്ള കാരണം വിശ്വാസികൾ വകതിരിവില്ലാതെ അവർക്ക് സ്വാധീനം കൊടുത്തു. വളരെ ഭക്തിയോടെ വേർപാടും വിശുദ്ധിയിലൊക്കെ ജീവിച്ച അനേക ദൈവമക്കൾ ഇവരുടെ സ്വാധീനത്തിൽപ്പെട്ട് സഭ തന്നെ വിട്ടുപോയവരുണ്ട്, സഭയ്ക്കുള്ളിൽ ഇവരുടെ സ്വാധീനത്തിൽ നിൽക്കുന്നവരായിട്ടുമുണ്ട്. അപ്പോൾ കർത്താവ് പറയണം, അത് 1 കള്ളന്മാരാണ്, 2 കവർച്ചക്കാരാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് നമ്മുടെ മേലുള്ള സ്വാധീനം ഉപയോഗിച്ച് നമ്മളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് നമ്മളെ അവരുടെ ചൊൽപ്പടിയിൽ നിർത്തിക്കൊണ്ട് അവർ നമ്മളെ അപഹരിച്ചു കൊണ്ടുപോകുന്നു. എങ്ങനെയാണ് അപഹരിക്കുന്നത്? നമ്മൾ അടുത്ത വാക്യത്തിലേക്ക് വരുന്നുണ്ട്, അതിലേക്ക് വരാം. ഈ പ്രവാചക പുസ്തകങ്ങളിൽ അത് വളരെ വ്യക്തമായിട്ട് കർത്താവ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇനി ഇതിന്റെ 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നത് യഥാർത്ഥ ഇടയന്റെ ക്വാളിറ്റീസ്. അപ്പം മോശം അല്ലെങ്കിൽ വ്യാജ ഇടയന്മാരുടെ 3 യോഗ്യത പറഞ്ഞു. അവര് വാതിലിൽ കൂടി കടക്കാത്തവരാണ്, കള്ളനും കവർച്ചക്കാരനുമാണ്, ആടുകളുടെ വേഷം ധരിച്ചു വരുന്നു. ഇനി 10-ാം വാക്യത്തിൽ വരുമ്പോൾ ഒരു യോഗ്യത ഉണ്ട്. യോഹന്നാൻ 10:10 വരുമ്പോൾ മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. കർത്താവ് ഭൗമികമായിട്ട് നടക്കുന്ന ഒരു വിഷയം പറഞ്ഞത്. ഇത് ആടുകളോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിച്ചാൽ, ആടുകളെ മോഷ്ടിക്കുക, ആടുകളെ അറുക്കുക എന്ന് പറഞ്ഞാൽ കൊല്ലുക, ആടുകളെ കൊന്നു തിന്നുക. അത് പ്രവാചക പുസ്തകത്തിൽ പറഞ്ഞ നമ്മളെ വാക്യത്തിലേക്ക് വരും. ഇവിടെ മുടിക്കുക, നശിപ്പിച്ചു കളയുക. അപ്പോൾ ഈ കള്ളപ്രവാചകന്മാരുടെ അല്ലെ കള്ള ഇടയന്മാരുടെ, വ്യാജ ഇടയന്മാരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ആടുകളുടെ നാശമാണ്. അപ്പൊ ദൈവസഭയിൽ, നമ്മുടെ സ്ഥലം സഭകളിൽ ഇങ്ങനെയുള്ള ഇടയന്മാർ ഉണ്ടോ? നാം എങ്ങനെയുള്ള ഇടയന്മാരാണ്? നമ്മൾ പരസ്പരം ഇടയ ശുശ്രൂഷ ചെയ്യുന്നവരാ എന്ന് പറഞ്ഞാൽ പരസ്പരം ആത്മീയമായി കരുതുവാനും പരസ്പരം ശുശ്രൂഷിക്കുവാനായിട്ടും. സ്ഥാനീയമായിട്ട് മൂപ്പന്മാരുണ്ട് ഇടയന്മാർ എന്നുള്ള പേരില്, സുവിശേഷകന്മാരുണ്ട്, സ്ഥാനീയമായിട്ട് ഉപദേഷ്ടക്കന്മാരുണ്ട്. അവരോടൊപ്പം തന്നെ വിശ്വാസികൾക്ക് പരസ്പരമായിരിക്കുന്ന ഒരു പരിപാലന ഉത്തരവാദിത്വമുണ്ട്.
അപ്പൊ ഈ ഇടയന്മാരുടെ അല്ലെങ്കിൽ ദൈവം ആക്കി വെച്ചിരിക്കുന്ന ഇടയന്മാരുടെ ശുശ്രൂഷ ആടുകളെ മുടിക്കുക, അറുക്കുക, തകർത്ത് കളയുക, അപഹരിക്കുക എന്നുള്ളതല്ല. അവരെ പരിചരിക്കുക, പോഷിപ്പിക്കുക, വളർത്തുക, കരുതുക എന്നുള്ളതാണ്. പക്ഷെ പലപ്പോഴും നമ്മുടെ ആ ഒരു സിസ്റ്റം നമ്മളുടെ ഇടയ്ക്ക് അറിയാതെ കടന്നുകൂടിയ ഒരു വിഷയമുണ്ട് എന്ന് പറയാൻ, നമുക്ക് ഇഷ്ടപ്പെടാത്തതിനെയൊക്കെ നമ്മൾ അങ്ങ് മുടിച്ചു കളയും. അത് ദൈവസഭയെ അത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള ഇടയന്മാർ ഈ കാറ്റഗറിപ്പെട്ടതാ. പിൻവാതിലിലൂടെ അകത്തു വന്ന ഇടയന്മാർ ശരിയായ വാതിലൂടെ വരാതെ, ശരിയായ വാതിക്കൽ ആരാ നിൽക്കുന്നത്? ആ വാതിക്കൽ ഞാൻ വാതിലാകുന്നു എന്ന് കർത്താവ് പറയുക താഴോട്ട് വരുമ്പോൾ. അപ്പോൾ അതിനു മുമ്പേ കർത്താവ് പറഞ്ഞത്, എന്നിലൂടെ അല്ലാതെ ആടുകളെ പരിപാലിക്കുവാനായിട്ട് സഭയ്ക്കുള്ളിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഇടയന്മാർ അവർ കവർച്ചക്കാരാണ്. അപ്പൊ കർത്താവ് ആദ്യം അവരെ കുറിച്ചൊരു മുന്നറിയിപ്പ് കൊടുക്കുക. എന്തിന്? രണ്ട് ഉദ്ദേശമാണ്. ഒന്ന്, വിശ്വാസികൾ ഈ കള്ള ഇടയന്മാരെ, ആട്ടിടയന്മാരെ, അവർ ആടുകളുടെ വേഷം, എന്തുകൊണ്ട് ആടുകളുടെ വേഷമാണ് എന്ന് പറഞ്ഞേക്കുന്നത്? ഈ ആട്ടിൻകൂട്ടത്തിൽ കടന്നു വരണമെങ്കിൽ ആടിന്റെ വേഷം അണിയെങ്കിൽ മാത്രമേ ആട്ടിൻകൂട്ടത്തിൽ സ്വാധീനം കിട്ടത്തുള്ളൂ. ആട്ടിൻ തോൽ അണിഞ്ഞ ചെന്ന എന്നുള്ള പ്രയോഗമൊക്കെ നമ്മൾ പറയാറുണ്ട്. ഔട്ട്വേർഡ് ആടിന്റെ തോലാണ്, ഉള്ളിൽ ചെന്നായിയാണ്. അപ്പോൾ കള്ള ഉപദേഷ്ടാക്കന്മാരെ കുറിച്ചും നമ്മൾ പത്രോസിന്റെ ലേഖനത്തിൽ വായിക്കുമ്പോൾ അവർ നമ്മോട് കൂടെ ഉള്ളവർ ആയിരുന്നുവെങ്കിലും നമുക്കുള്ളവരായിരുന്നില്ല. അത് അങ്ങനെ പറയാൻ കാരണം, അവർ വിശ്വാസികളായി സഭയിൽ അകത്തുണ്ടായിരുന്നു, പക്ഷെ അവരൊരിക്കലും നമ്മളോട് കൂടെ ഉണ്ടായിരുന്നുവെങ്കിലും അത് നമുക്കുള്ളവരായിരുന്നില്ല. എന്ന് പറയാൻ, നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ദൈവത്താൽ ആക്കി വെച്ചിരുന്ന വ്യക്തികളായിരുന്നില്ല അവർ മറഞ്ഞു കിടക്കുന്ന കല്ലുകളും പാറക്കഷ്ണങ്ങളുമായിരിക്കുന്ന ദുരുപദേഷ്ടകരാണ്. സഭയുടെ ഇടർച്ചയ്ക്ക് വേണ്ടി, സഭയുടെ തകർച്ചയ്ക്ക് വേണ്ടി ഉള്ളിൽ കടന്നുകൂടിയവരാണ്. അപ്പോൾ ഈ കർത്താവ് ഇവിടെ പറയുന്ന വിഷയത്തിന്റെ കണ്ടിന്യൂവേഷൻ ഇങ്ങനെ മുന്നോട്ട് സഭയുടെ പണി വരുമ്പോൾ, പത്രോസിന്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ പത്രോസ് അപ്പോസ്തലനോട് ദൈവാത്മാവ് കൃത്യമായിട്ട് പറയുകയാണ്, എന്ത്? ഈ ഇടർച്ചക്കല്ലുകൾ, ഈ മറിഞ്ഞു കിടക്കുന്ന പാറകൾ, ഇത് എവിടെ തുടങ്ങിയതാ? കർത്താവ് മുന്നറിയിപ്പ് കൊടുക്കുന്ന ആ കാലം തൊട്ട് തന്നെ അവർ ഈ സഭയ്ക്കുള്ളിലും. അപ്പൊ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ദൈവസഭയിൽ ഞാനായിരിക്കുമ്പോൾ ഞാൻ യഥാർത്ഥ ഇടയ ശുശ്രൂഷയാണോ ചെയ്യുന്നത്? ഇടയ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ മൂപ്പരിസ്ഥാനം എന്നുള്ള ആശയത്തിൽ മാത്രമല്ല ഞാൻ പറയുന്നത്. ദൈവജനത്തെ ഉപദേശിച്ച് പ്രബോധിപ്പിച്ച് വഴി നടത്തുന്ന ശുശ്രൂഷകൾ ചെയ്യുന്ന എല്ലാ വ്യക്തികളും ഈ ഇടയ ശുശ്രൂഷയിൽ ഇടയന്മാരായിട്ട് ശുശ്രൂഷ ചെയ്യുന്നവരാണ്. അപ്പൊ അങ്ങനെയുള്ള ആടുകൾ എങ്ങനെ വന്നവരായിരിക്കണം? വാതിലിലൂടെ വന്നവരായിരിക്കണം. ഇനി നമ്മൾ രണ്ടാം ഭാഗത്തേക്ക് വരുമ്പോൾ യഥാർത്ഥ ഇടയന്റെ പ്രത്യേകത നമ്മൾ വായിക്കുന്നു. ഒന്ന്, വാതിലിൽ കൂടി കടക്കുന്നു. രണ്ടാം വാക്യം നമ്മൾ വായിക്കുന്നത്, വാതിലൂടെ കടക്കുന്നവനോ ആടുകളുടെ ഇടയനാകുന്നു. ആരാണ് വാതിൽ? കർത്താവ് താഴോട്ട് വരുമ്പോൾ ഞാൻ വാതിലാകുന്നു എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ഭാഷയിൽ സഭയോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുമ്പോൾ കർത്താവ് സഭയിൽ ശുശ്രൂഷയ്ക്ക് ആക്കി വെക്കുന്ന വ്യക്തികളാണ് യഥാർത്ഥ ഇടയന്മാർ. നമ്മൾ ഇന്ന് പരിശോധിക്കും, സുവിശേഷകന്മാരുടെ വിളി നമ്മൾ പരിശോധിക്കും. ഇങ്ങനെ ചക്ക വിളഞ്ഞു എന്നിങ്ങനെ തുളച്ചു നോക്കുന്ന പോലെ 6 മാസം, 1 വർഷം, 5 വർഷം, 10 വർഷമൊക്കെ സഭ ഇങ്ങനെ സുവിശേഷകന്റെ വിളി പരിശോധിക്കും. മൂപ്പനാകണമെങ്കിലോ കാശുണ്ടോ, പാരമ്പര്യമുണ്ടോ, നല്ല വാചകസത്തുണ്ടോ, സ്വാധീനമുണ്ടോ? ഇത്രങ്ങല്ല. ഇത് രണ്ടും തമ്മിലുള്ള അന്തരത്തിന്റെ അനന്തരഫലമായി ഇന്ന് ദൈവസഭയിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ. ഇവിടെ കർത്താവ് പറയുന്ന വിഷയം, യഥാർത്ഥമായിരിക്കുന്ന ഇടയൻ അവൻ വാതിലിലൂടെ കടക്കുന്നവനാണ്. അവൻ കടക്കുന്നതിനൊരു പ്രത്യേകത ഉണ്ട്. അവൻ വാതിലിലൂടെ കടക്കുന്നു. ഇവിടെ ആടുകൾ എന്ന് പറയുന്നത് യഹൂദന്മാരെ കുറിച്ചാണ്. അത് നമ്മൾ വായിക്കുന്നത്, അവിടെ അടുത്ത വാക്കിൽ പറയുന്നത്, അവന് വാതിൽ കാവൽക്കാരൻ തുറന്നു കൊടുക്കുന്നു. ഇവിടെ ഈ പശ്ചാത്തലം, അതായത് കർത്താവ് പറഞ്ഞു കൊടുക്കുന്ന പശ്ചാത്തലത്തിൽ 2 വ്യക്തികൾ അവിടെ നിൽക്കുന്നു. ഒന്ന് നമ്മുടെ കർത്താവും, ഒന്ന് സ്നാപക യോഹന്നാനും. ഇവിടെ കർത്താവ് നല്ല ഇടയനായിട്ട് വരികയാണ് യഹൂദന്മാരുടെ ഇടയിലേക്ക്. അവർക്ക് രക്ഷിതാവായിട്ട്, വാഗ്ദത്ത മെശിഹയായിട്ട് പ്രവാചകന്മാർ മുന്നറിയിച്ചതിന് ഒത്തവണ്ണം കർത്താവ് വരികയാണ്. ആ വരുന്ന വഴിക്ക് അവൻ വരുന്നത് എങ്ങനെയാ? വാതിലിലൂടെ കടക്കുന്നവൻ. അവൻ വാതിലിലൂടെ കടക്കുവാനായിട്ട് വരുമ്പോൾ വാതിൽ തുറന്നു കൊടുക്കുന്നവൻ ആരാ? സെക്യൂരിറ്റി. അപ്പോൾ ഇസ്രായേലിലെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ ആടുകളെ വളർത്തുന്നതിൽ 2 കൂട്ടം സിസ്റ്റംസ് ഉള്ളതായിട്ട് നമ്മൾ ഇങ്ങനെ ചരിത്രം അല്ലെങ്കിൽ നമ്മുടെ പശ്ചാത്തലം പഠിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കും. ഒന്ന്, ഒരു ഗുഹയിൽ അല്ലെങ്കിൽ ഒരു കെട്ടിടത്തിൽ പല ആട്ടിടയന്മാർ അവരുടെ ആടുകളെ കൊണ്ടുവന്ന് പരിപാലിക്കുന്നു. അവർക്കൊരു കാവൽക്കാരൻ.
ഓരോ ഇടയന്മാർക്കും ഓരോ ഷെൽട്ടർ, തങ്ങളുടെ ആടുകൾക്ക് വേണ്ടി ഓരോ ഷെൽട്ടർ ഇങ്ങനെയുണ്ട്. അപ്പോൾ ഇവിടെ ആദ്യം കാണുന്ന പശ്ചാത്തലത്തില് വാതിൽ കാവൽക്കാരൻ, അതായത് പല ആട്ടിടയന്മാർ കൊണ്ടുവന്ന ആടുകളെ സൂക്ഷിക്കുന്ന ഒരു ആട്ടിടയൻ, വാതിൽ കാവൽക്കാർ, ഒരു സെക്യൂരിറ്റി അവിടെയുണ്ട്. അപ്പോൾ ആ പശ്ചാത്തലം നിന്നുകൊണ്ട് കർത്താവ് പറയുകയാണ്, വാതിലൂടെ കടക്കുവാനായിട്ട് യഥാർത്ഥമായിരിക്കുന്ന ഇടയൻ വരുമ്പോൾ അവനെ തിരിച്ചറിഞ്ഞ് വാതിൽ കാവൽക്കാരൻ വാതിൽ തുറന്നു കൊടുക്കുന്നു. ഇത് വളരെ ശ്രമകരമായിരിക്കുന്ന, വളരെ വിവേചന ബുദ്ധി വേണ്ടതായിരിക്കുന്ന ഒരു വിഷയം. ആരാണ് യഥാർത്ഥ ഇടയൻ? നമ്മൾ കർത്താവ് നല്ല ഇടയനാണെന്ന് നമ്മൾ പറയുന്നു, അത് നല്ലതാണ്, കർത്താവ് നല്ല ഇടയനാണ്, അതുകൊണ്ടാണല്ലോ കർത്താവ് ഞാൻ നല്ല ഇടയനാണെന്ന് പറഞ്ഞത്. പക്ഷെ ഈ പ്രായോഗികത, ഈ നല്ല ഇടയ ശുശ്രൂഷ കർത്താവ് നമ്മളെ ഏൽപ്പിക്കുമ്പോൾ നമ്മളിൽ നിന്ന് ഈ പരിജ്ഞാനം കർത്താവ് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അവിടെ വാതിൽ തുറന്നു കൊടുക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. ഇവിടെ 2 കൂട്ടം ആളുകൾ, ഒന്ന് ആടുകളും 2 കള്ള ഇടയന്മാര്. ഈ 2 കൂട്ടരാ, ഇവർ രണ്ടുപേരാ, ഒന്ന് യഹൂദന്മാരും, കള്ള ഇടയന്മാർ എന്ന് പറയുന്നത് പരീശന്മാരാ. കാരണം കർത്താവ് ഇത്രയും വ്യക്തമായിട്ട്, കർത്താവ് വന്നതിന്റെ ഉദ്ദേശം, പിതാവുമായിട്ട് കർത്താവിനുള്ള ബന്ധം, ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ട് 1 ഇഞ്ച് പോലും അവരുടെ ഹൃദയത്തിന് മാറ്റം ഉണ്ടായില്ല. ഞങ്ങൾ ഇവിടെ ഉള്ളപ്പോൾ നീ ആരാണ് ഞങ്ങളെ ഉപദേശിപ്പാൻ? ഈ ആറ്റിറ്റ്യൂഡാ ഇന്ന് നമുക്കുണ്ട്. ഈ ആറ്റിറ്റ്യൂഡിന്റെ പ്രശ്നം എന്താ? ഹൃദയം തഴമ്പിച്ചു പോയവരാ ഇവര്. വളഞ്ഞ വാതിൽ വഴിയല്ലാതെ ഉള്ളിൽ വന്ന ഇടയന്മാരാ ഇവര്. ഈ വാതിലൂടെ വരുന്നവർ എന്തറിയാം? ആരാണ് യഥാർത്ഥ ഇടയൻ? ഈ സെക്യൂരിറ്റിക്ക് കൃത്യമായിട്ട് അറിയാം. ഈ 10-ാം അധ്യായത്തില് തുടക്കത്തിൽ വാതിൽ തുറന്നു കൊടുക്കുന്നു, കാവൽക്കാരൻ വാതിൽ തുറന്നു കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് 41-ാം വാക്യത്തിൽ വരുമ്പോൾ അത് യോഹന്നാൻ സ്നാപകനായിരുന്നു എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് ഞാൻ ആലങ്കാരികമായിട്ട് ഭാവനയെ പറഞ്ഞതല്ല. 2-ാം വാക്യത്തിൽ പറയുന്ന വിഷയം അതാരായിരുന്നു ആ കാവൽക്കാരൻ എന്ന് പറയുന്നുണ്ട്. നമ്മൾ മലാഖിയുടെ പ്രവചനം 3-ാം അധ്യായത്തിൽ വരുമ്പോൾ പാതി ഒരുക്കുവാനായിട്ട് വരുന്നു എന്ന് യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പറയുന്നുണ്ട്. കർത്താവ് വന്നപ്പോൾ ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാണ് ആ നല്ല ഇടയൻ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു കൊടുക്കുന്നത്. നമുക്കറിയാം, സെക്യൂരിറ്റി വാതിൽക്കൽ കിടക്കുകയാണ്, ആടുകൾ ഉള്ളിലാണ്. ഇടയൻ വന്നപ്പോൾ സെക്യൂരിറ്റി അലർട്ട് ചെയ്തിട്ട് പറയണേ, ഇതാണ് നിങ്ങളുടെ ഇടയൻ. കള്ള ഇടയന്മാർ വരുമ്പോഴോ ഈ കാവൽക്കാരൻ അറിയാം ഇവൻ ഒറിജിനൽ അല്ല, അതുകൊണ്ട് എന്ത് ചെയ്യും? വാതിൽ തുറന്നു കൊടുക്കത്തില്ല. ഇതാണ് പ്രത്യേകത. അപ്പോൾ കർത്താവ് വളരെ കൃത്യമായിട്ട് ആ വിഷയം പറയുന്നു. 1-ാമത് വാതിൽ കൂടെ കടക്കുന്നു, 2-ാമത് വാതിൽ കാവൽക്കാരൻ ഇടയന് വാതിൽ തുറന്നു കൊടുക്കുന്നു. ഈ 2 വിഷയങ്ങൾ നമ്മൾ 2-ാം വാക്യത്തിൽ കാണുന്നു. 3-ാമതായിട്ട് നല്ല ഇടയന്റെ പ്രത്യേകതയിൽ 3-ാമത്തെ പ്രത്യേകത, 3-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം, ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു. അപ്പൊ നമ്മളൊക്കെ വീട്ടിൽ ആടിനെയൊക്കെ വളർത്തുന്നവരെ, നമ്മൾ ആടിനെ വിളിക്കുമ്പോൾ നമ്മൾ അമ്മിണിന്നോ മേരിന്നോ ഒക്കെ ആടിന് പേരിടും. നമ്മൾ അതിനെ വിളിക്കുമ്പോൾ ഉടനെ അത് ചെവി വട്ടം പിടിക്കും, ഒച്ചയുണ്ടാക്കും. അതേ പേര് തന്നെ ഒരു അപരിചിതൻ വിളിച്ചാൽ പേരതാണെങ്കിലും ഒരിക്കലും റെസ്പോണ്ട് ചെയ്യത്തില്ല. ഇത് ആടുകളുടെ ഒരു പ്രത്യേകതയാണ്. ഇനി വിശ്വാസികളുമായിട്ട് ഇതിനെ ഒന്ന് ലിങ്ക് ചെയ്യണം എന്ന് പറഞ്ഞാൽ, ദൈവമക്കൾ, ആടുകളായിരിക്കുന്ന ദൈവമക്കൾ വിളി കേൾക്കുമ്പോൾ അത് യഥാർത്ഥ ഇടയന്റെ വിളിയാണോ, ശബ്ദമാണോ, യഥാർത്ഥമായിരിക്കുന്ന വചനമാണോ, യഥാർത്ഥമായിരിക്കുന്ന ഉപദേശമാണോ എന്ന് കാതോർക്കുവാനായിട്ട്, വിവേചിക്കുവാനായിട്ട്, വിചിന്തനം ചെയ്യുവാനായിട്ട് ഒരു ആടിന് തന്റെ യജമാനന്റെ ശബ്ദം തിരിച്ചറിയാനായിട്ട് കഴിയുന്നുണ്ടെങ്കിൽ, രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിന് യഥാർത്ഥ ഉപദേശം എന്താണെന്ന് കേൾക്കുമ്പോൾ, ചിലപ്പോൾ അറിയത്തില്ലായിരിക്കാം, പക്ഷെ കേൾക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മഹൃദയത്തിൽ അത് കൃത്യമായിട്ട് ബോധ്യം, ഇതാണ് സത്യം. കർത്താവ്, നിങ്ങൾ വഴി അറിയത്തില്ലെങ്കിൽ ചോദിച്ചു കൊള്ളുക, ഇതിലെയാണ് വഴിയെന്ന് ഞാൻ പറഞ്ഞു തരാമെന്ന് കർത്താവ് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പരിപാലന വിധമാണ് ഇവിടെ കർത്താവ് വ്യക്തമായിട്ട് ഓർമ്മപ്പെടുത്തുന്നതെന്ന് കാണുവാനായിട്ട് കഴിയും. ഇവിടെ നമ്മൾ പറയുന്ന 2 പ്രത്യേകത, ഒന്ന്, അവന്റെ ശബ്ദം കേൾക്കുന്നു, തൻ്റെ ആടുകളെ അവൻ പേർ ചൊല്ലി വിളിക്കുന്നു. ആടുകളുമായിട്ട്, അതായത് 100 ആടുണ്ടെങ്കിൽ ഈ 100 ആടിനെയും ഓരോരുത്തരെയായി വ്യക്തിപരമായി അറിയുന്ന ഒരിടയൻ, ഓരോ ആടുകളെ കുറിച്ചും വ്യക്തിപരമായി കരുതലുള്ള ഇടയൻ, ഓരോ ആടുകളുടെയും കുറവുകൾ, ന്യൂനതകൾ, ചട്ടുള്ളതാണോ, ചെവി കേൾക്കാത്തതാണോ, കണ്ണ് കാണാത്തതാണോ, ക്ഷീണമുള്ളതാണോ, ആരോഗ്യമുള്ളതാണോ, എന്ന് പറഞ്ഞാൽ മത്സരബുദ്ധി ഉള്ളതാണോ, പിടിക്കുന്നത് നിൽക്കാത്തതാണോ, എല്ലാ കാര്യവും അറിയാം. നമ്മുടെ സഭയിലുള്ള വിശ്വാസികളെ കുറിച്ച് നമുക്ക് എത്ര പേർക്ക് അറിയാം? നമ്മൾ ആകെപ്പാടെ കാണുന്ന ഞായറാഴ്ച രാവിലെ. അതിൻ്റെയൊക്കെ ഭവിഷ്യത്താണ് ഇവിടെ ഇടയ ശുശ്രൂഷ. കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിട്ട് പോകുമ്പോൾ കർത്താവ് പറഞ്ഞത്,
എന്നെ അനുകരിപ്പിൻ. കർത്താവ് പറഞ്ഞു, പൗലോസിനെ ഏൽപ്പിച്ച് പൗലോസും പറഞ്ഞു എന്നെ അനുകരിപ്പിൻ. അപ്പോൾ ഈ ഒരു മാതൃക കർത്താവ് കാണിച്ചിട്ട് പോയത് ദൈവസഭയെ കുറിച്ച് ഇടയന്മാരായിരിക്കുന്ന ശുശ്രൂഷകന്മാരായിരിക്കുന്ന വിശ്വാസികൾക്ക് ഒരു കരുതൽ, വ്യക്തിപരമായി അവരെ അറിയണം. ഒരു സഭയിൽ 100 വിശ്വാസികളുടെ, ആ 100 വിശ്വാസികളെ കുറിച്ചും അവരുടെ നെഗറ്റീവ്സിനെയും പോസിറ്റീവിനെയും കുറിച്ച് സുവിശേഷകന്മാർക്കും മൂപ്പന്മാർക്കും ശുശ്രൂഷകന്മാർക്കും കൃത്യമായിരിക്കുന്ന ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം. അവരുടെ പ്രാപ്തിക്കൊത്തവണ്ണം വേണം അവരുടെ ഇടപെടാൻ. നമുക്കാകെപ്പാടെ ഒരു ഒറ്റ പണിയെ അറിയത്തുള്ളൂ. ഓരോരുത്തരൊരു അനുസരണക്കേട് കാണിച്ചാൽ ഉടനെ എന്ത് ചെയ്യുക? അറുപ്പാനും മുടിപ്പാനും ഏൽപ്പിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവനെ വിശ്വാസത്തിൽ നിന്ന്, സഭയിൽ നിന്ന് ഇല്ലാതാക്കി കളയുവാനായിട്ടാണ് ശ്രമിക്കുക. ഇത് ആരാണ്? ഈ ഒരു സിസ്റ്റം നമ്മുടെ സഭാ സമൂഹത്തിൽ കടന്നു വന്നത് ഈ വ്യാജ ഇടയന്മാർ വഴിയാണ്. അത് വചനത്തിന്റെ ഉപദേശമല്ല. വചനത്തിന്റെ ഉപദേശം എന്താ? തിരുത്തുക, യഥാസ്ഥാനപ്പെടുത്തുക, പോഷിപ്പിക്കുക, പരിപാലിക്കുക. അത് കർത്താവ് കൃത്യമായിട്ട്, കർത്താവ് അതിനുവേണ്ടി ചെയ്ത ത്യാഗം അത് ഈസി ആയിട്ടുള്ള ഒരു ജോലിയല്ല, വളരെ കൃപ ആവശ്യമുള്ള ഒരു ജോലിയാണ്. ആ വിഷയം കർത്താവ് ഈ അധ്യായത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഓരോ ആടിനെയും കുറിച്ച് വ്യക്തിപരമായിരിക്കുന്ന ഒരു അറിവ് ശുശ്രൂഷകന്മാർക്ക്, മൂപ്പന്മാർക്ക് ഉണ്ടായിരിക്കണം. ഇവിടെ മൂപ്പന്മാർക്ക് എവിടെയാ സമയമല്ലേ? ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് ടയർഡ്, ഞായറാഴ്ച രാവിലെ എങ്ങനെയെങ്കിലും സഭയിൽ ഒന്ന് വന്ന് ആ 2 മണിക്കൂർ ഒന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഞായറാഴ്ച കാണാൻ പറ്റുക? നോ. അങ്ങനെയുള്ളവർക്ക് മൂപ്പന്മാരായിരിക്കാനായിട്ട് ദൈവം കൃപ തന്നിട്ടുണ്ടോ എന്ന് സ്വയശോധന ചെയ്യണം. ഞാൻ വിധിക്കുന്നില്ല. പക്ഷെ ഇവിടെ കർത്താവ് കൃത്യമായിട്ട് പറയുകയാണ്, ഓരോ ആടിനെ കുറിച്ചും ഇടയന് പേര് പേരായി അറിയാം, പേര് പേരായി വിളിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇവിടെ കർത്താവ് ആ ഇടയ ശുശ്രൂഷയുടെ മഹത്വം, നമ്മളെ രക്ഷഭദ്രമാണെന്ന് പറയാൻ വേണ്ടി 10-ാം അധ്യായം ഉദ്ധരിക്കാറുണ്ട്. പക്ഷെ കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയുടെ മഹത്വം ഒരു കാവ്യാത്മകമായ നിലയിൽ, അല്ലെങ്കിൽ ഒരു ഭാവനാത്മകമായ നിലയിൽ, ഏറ്റവും ലളിതമായ നിലയിൽ, നമുക്ക് മനസ്സിലാകുന്ന നിലയിൽ അവതരിപ്പിച്ച് തരികയാണ്. ഇടയൻ ആടുകളെ ഓരോരുത്തരായി തിരിച്ചറിയുന്നു. അതുപോലെ തന്നെ ആടുകൾ ഇടയനെയും തിരിച്ചറിയുന്നു. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഒന്നിലധികം ഇടയന്മാർ ഒരു ഷെൽട്ടറിൽ ആടുകളെ കൊണ്ടാക്കി കഴിയുമ്പോൾ ആടുകൾ തമ്മിൽ മിക്സപ്പ് ആവും. ഈ ഇടയൻ വന്ന് വിളിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആടുകൾ മാത്രം അദ്ദേഹത്തെ പിൻപറ്റി പോകുന്നു. ഇത് വളരെ വലിയൊരു ചിത്രമാണ്. എന്ന് പറഞ്ഞാൽ സാത്താനും കർത്താവിനെ പോലെ ഒരിടയനായിട്ട് നിൽക്കുകയാണ്, പാപികളുടെ ഇടയനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ കർത്താവ് വന്ന് വിളിക്കുമ്പോൾ കർത്താവിന്റെ കൂടെയുള്ള ആടുകളാണ് ഇറങ്ങിയത്. കർത്താവ് അത് വളരെ കൃത്യമായിട്ട് ഈ പരീശന്മാരുടെ മുഖത്ത് നോക്കി പറയുന്ന രംഗം നമ്മൾ ഈ 10-ാം അധ്യായം കാണുന്നു. പത്രോസിന്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ പിശാച് ആരെ വിഴുങ്ങേണ്ടു എന്ന് പരിശോധിച്ചുകൊണ്ട് ചുറ്റും നടക്കുന്നു നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ പിശാചും ഈ കർത്താവ് ചെയ്യുന്ന അതേ ശുശ്രൂഷകളൊക്കെ ചെയ്യുന്നുണ്ട്. തൻ്റെ ആടുകളെ വിശ്വാസികളുടെ ഇടയ്ക്ക് കൊണ്ട് മിക്സപ്പ് ചെയ്തിട്ട് ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് ഇതിനകത്തുള്ള പലരും രക്ഷിക്കപ്പെട്ടതാണെന്നുള്ള വ്യാജേന കർത്താവിന്റെ കൂടെ ഇങ്ങനെ പുറകെ നടക്കുന്നുണ്ട്. ഇവര് ശബ്ദം കേൾക്കുന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. ഈ കർത്താവിന് ഇവരെ അറിയത്തില്ല. അതാണ് പ്രശ്നം. ഇവിടെ കർത്താവ് പറയുന്നത് ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു, തൻ്റെ ആടുകളെ അവൻ പേർ ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുവന്നു. ഇത് ഇന്ന് കർത്താവ് കൂടെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. പക്ഷെ ഈ കൂട്ടത്തിൽ മറ്റവരും വരുന്നുണ്ട്. കർത്താവ് കാഹളനാദത്തിങ്കൽ ഫൈനൽ വിളിക്കുമ്പോഴാണ് ചെമ്മരിയാടും കോലാടും തമ്മിൽ ഒരു വേർതിരിവ് അവിടെ സാധ്യമാകുന്നു. പക്ഷെ അവിടെ കർത്താവ് വളരെ പ്രായോഗികമായിട്ട്, ഇന്ന് സഭയ്ക്കുള്ളിൽ എന്തുണ്ട്? വിശ്വാസികളുമുണ്ട്, അവിശ്വാസികളുമുണ്ട്. ആരൊക്കെ വിശ്വാസി, ആരൊക്കെ അവിശ്വാസി നമുക്ക് വിധിക്കാൻ പറ്റത്തില്ല. കള കൂടെ വളരട്ടെ എന്നാണ് കർത്താവ് പറയുന്നത്. എന്നാൽ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വിഷയം, ഈ വാസ്തവമായി യജമാനന്റെ ആടായിരിക്കുന്ന വ്യക്തിക്ക് യജമാനന്റെ ശബ്ദം തിരിച്ചറിയുവാനായിട്ട് കഴിയും. ദൈവവചനം കേൾക്കുമ്പോൾ ദൈവാത്മാവിന്റെ ശബ്ദം കൃത്യമായിട്ട് കേൾക്കുവാൻ, അത് മനസ്സിലാക്കുവാൻ, ഉൾക്കൊള്ളുവാൻ, അനുസരിക്കുവാൻ രക്ഷിക്കപ്പെട്ട ഒരു ദൈവപൈതലിന് സാധിക്കുമെന്നുള്ളതാണ് ദൈവാത്മാവ് ഇവിടെ ഓർപ്പിക്കുന്ന വിഷയം. അതിന്റെ 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ആടുകളുടെ മുമ്പിൽ നടക്കുന്നു, അല്ലെ? നമ്മൾ 4-ാം വാക്യത്തിൽ വായിക്കും, തനിക്കുള്ളവയൊക്കെയും പുറത്ത് കൊണ്ടുപോയ ശേഷം, ഷെൽട്ടറിൽ നിന്ന് തനിക്കുള്ളതിനെയൊക്കെയും പുറത്തിറക്കിയ ശേഷം അവയ്ക്ക് മുമ്പായി നടക്കുന്നു. നമ്മുടെ കർത്താവിന്റെ വീണ്ടെടുപ്പിന്റെ ഒരു ചിത്രം കൂടിയാണ് ഇത്. കർത്താവ് നമ്മളെ പേർ ചൊല്ലി വിളിച്ച് തൻ്റെ അടുക്കിലേക്ക് ചേർത്തതിന് ശേഷം താൻ നമുക്ക് മുമ്പായി നടക്കുന്നു. ഈ മുമ്പായി നടക്കുന്നത് വളരെ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു വിഷയമാണ്. നമ്മൾ 23-ാം സങ്കീർത്തനത്തിലെ 1-2 വാക്യങ്ങളിൽ വായിക്കുമ്പോൾ, യഹോവ എൻ്റെ ഇടയനാവുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല, പച്ചയായ നമ്മൾ കാണാപ്പാഠം പഠിക്കുന്നുണ്ട്. ആത്മീക ജീവിതത്തിൽ പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്ന അനുഗ്രഹീതമായ ശുശ്രൂഷ
നമ്മുടെ കർത്താവ് ചെയ്യുന്നു. അതിന്റെ കൂടെ ഒരു കാര്യം കൂടെ കർത്താവ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ബലഹീനതകളെ കർത്താവ്, നമ്മൾ എബ്രായ ലേഖനം 4:15 വരുമ്പോൾ, വിശ്വാസ ജീവിതത്തിന്റെ രണ്ട് തലമാണ്. നമ്മൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാം അങ്ങ് സ്വർഗീയമായി എന്ന് ദൈവവചനം പഠിപ്പിക്കുന്നില്ല. എബ്രായ ലേഖനം 4:15 നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാവുന്നൊരു വാക്യമാണ്, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രേ നമുക്കുള്ളത്. എന്ന് പറഞ്ഞാൽ നമ്മൾ സഞ്ചരിക്കുന്ന പാപലാഞ്ചനയുള്ള വഴികൾ, കഷ്ടതയുടെ വഴികൾ, ദുഃഖത്തിന്റെ വഴികൾ, പ്രയാസത്തിന്റെ വഴികൾ, പ്രതിസന്ധികളുടെ വഴികൾ, ഇതൊക്കെയും കർത്താവ് കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ട് കർത്താവ് നമ്മളെ അതിലൂടെ നടത്തുകയാണ്. അപ്പോൾ അങ്ങനെ കർത്താവ് വേണ്ടി നടക്കുന്ന മുമ്പിൽ ഓൾറെഡി കർത്താവ് ഇത് പരീക്ഷയിലൂടെ തികഞ്ഞവനായിട്ട് വന്നിട്ടുള്ളത് കൊണ്ട് വിശ്വാസി അവിടെ വരുമ്പോൾ വിടറിപ്പോകാം എന്നുള്ള ബോധ്യം കർത്താവിനുണ്ട്. ആ കറക്റ്റ് പൊസിഷൻ എത്തുമ്പോൾ ഇടറാതെ കൊണ്ട് നടക്കാനുള്ള ഒരു പരിപാലന ശ്രമം, അല്ലെങ്കിൽ ശത്രുവിന്റെ കയ്യിലേക്ക് അകപ്പെട്ടു പോകാതെ കൊണ്ടു നടക്കുന്ന ഒരു ശുശ്രൂഷ, കർത്താവ് അറിയുന്നതും കർത്താവ് സഞ്ചരിച്ചതുമായ വഴികളിലൂടെ വിശ്വാസിയെ അല്ലെങ്കിൽ ആടുകളെ കർത്താവ് നടത്തുന്നു എന്നുള്ളതാണ് നല്ലിടയന്റെ 4ാമത്തെ പ്രത്യേകത. 4ാം വാക്യത്തിൽ തന്നെ ഇടയന്റെ ശബ്ദം അറിഞ്ഞ്, അതിന്റെ അവസാന ഭാഗത്ത് വായിക്കുമ്പോൾ ആടുകൾ അവന്റെ ശബ്ദം അറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു. ഇത് വിശദീകരിക്കാൻ പോയാൽ ഒത്തിരി സമയമെടുക്കും. എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവവചനത്തിന് മുമ്പാകെ ഇരിക്കുമ്പോൾ, ദൈവാത്മാവ് നമ്മുടെ ഹൃദയത്തോട് സംസാരിക്കുമ്പോൾ ആടുകൾ അവന്റെ ശബ്ദം തിരിച്ചറിയുന്നു. എന്ന് പറഞ്ഞാൽ സത്യ ഉപദേശം എന്താണ് എന്ന് വാസ്തവമായും രക്ഷിക്കപ്പെട്ട ഒരു വിശ്വാസിക്ക് അറിയുവാനായിട്ട്, തിരിച്ചറിയുവാനായിട്ട് കഴിയും. അതാണ് അതിന്റെ ആത്മീക പാഠം. പല ഇടയന്മാർ അവിടെ വരുന്നുണ്ട്. പല ഇടയന്മാർ, കള്ളപ്രവാചകന്മാർ, കവർച്ചക്കാരായിരിക്കുന്ന ഇടയന്മാരൊക്കെ ചുറ്റും നിൽക്കുക, കർത്താവ് നിൽക്കുന്നുണ്ട്. എന്നാൽ വാസ്തവമായും രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിന് തന്റെ കർത്താവിന്റെ ശബ്ദം എന്താണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാകും. അത് അറിഞ്ഞ് അനുഗമിക്കും. എന്ന് പറഞ്ഞാൽ എന്താ? ദൈവവചനം അനുസരിക്കാനായിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് വാസ്തവമായും രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിന് ഉണ്ടാകുമെന്ന അതിന്റെ ആക്ഷരികമായ അർത്ഥം. കർത്താവ് എത്ര ഭംഗിയായിട്ടാണ് ആ വിഷയം ഇവിടെ അവതരിപ്പിച്ചത് എന്ന് നമുക്ക് നമ്മുടെ ഹൃദയ കണ്ണുകളെ പ്രകാശിപ്പിക്കുന്ന ഒരു വിഷയമാണ്. 6 വരെയുള്ള വാക്യങ്ങൾ അങ്ങനെ കംപ്ലീറ്റ് ആവുന്നു. ഈ സാദൃശ്യം അതിന്റെ 5ന്റെ അവസാന ഭാഗത്ത് പറയുന്നത്, അന്യന്മാരുടെ ശബ്ദം അറിയായിക കൊണ്ട് അവ അന്യനെ അനുഗമിക്കാതെ വിട്ട് ഓടിപ്പോകും. ഇത് നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ, വചനവിരുദ്ധമായ ഉപദേശം സഭയ്ക്കുള്ളിൽ എത്ര ശ്രേഷ്ഠതയുള്ള വ്യക്തി വന്ന് പറഞ്ഞാലും അത് വചനവിരുദ്ധം എന്ന് തിരിച്ചറിയുവാനായിട്ട് രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് കഴിയണം. അങ്ങനെ കഴിയുമ്പോൾ എന്ത് ചെയ്യും? അന്യ ഉപദേശം, വചനവിരുദ്ധമായ ഉപദേശം വിട്ട് അവർ ഓടിപ്പോകും, തന്നെത്താൻ സൂക്ഷിക്കും. പിന്നെ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ പറ്റുന്ന പരാജയം, നമ്മൾ ചിലരെ അങ്ങ് പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെന്ത് മണ്ടത്തരം പറഞ്ഞാലും, വചനവിരുദ്ധത പറഞ്ഞാലും, പ്രൈസ് ദി ലോർഡ്, കർത്താവിനേക്കാൾ സ്ഥാനം നമ്മൾ കൂടുതൽ അവർക്ക് കൊടുക്കുന്നതുകൊണ്ട് എന്ത് സംഭവിക്കും? നമ്മളുടെ ആത്മീക ജീവിതം കർത്താവിന്റെ ട്രാക്കിൽ നിന്ന് മാറിപ്പോകുവാനായിട്ട് ഇടയാകുന്നു. ഇത് വളരെ ഗുരുതരമായ ഒരു അവസ്ഥയാ. പരീശന്മാർക്ക് പറ്റിയ അവസ്ഥ അതാ. നമ്മൾ പറയോ പരീശന്മാർക്ക് അബദ്ധം പറ്റി, അവർ അവിശ്വാസികളായി പോയെന്നോ? നമ്മൾ ഒട്ടും മെച്ചമല്ല. ഈ കാര്യമാണ് കർത്താവ് ഇവിടെ കൃത്യമായിട്ട് ഓർമ്മപ്പെടുത്തുന്നത്. അതിന്റെ 7 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളിൽ വരുമ്പോൾ, യേശു ആടുകളുടെ യഥാർത്ഥ വാതിലാണ്. നമ്മൾ അതിന്റെ 6ാം വാക്യം വായിക്കുമ്പോൾ അവസാന ഭാഗത്ത് വായിച്ച ഈ സാദൃശ്യം യേശു അവരോട് പറഞ്ഞു, എന്നാൽ തങ്ങളോട് പറഞ്ഞത് ഇന്നത് എന്ന് അവർ ഗ്രഹിച്ചില്ല. കർത്താവ് പറഞ്ഞത് അവരെ കുറിച്ചാണെന്ന് അവർക്ക് മനസ്സിലായില്ലെന്ന് അതിന്റെ ആശയം. കർത്താവും യഥാർത്ഥ ഇടനെ നിന്നുകൊണ്ട് വാതിലിലൂടെ വന്ന് ശുശ്രൂഷ ചെയ്യുമ്പോൾ, യോഹന്നാൻ സ്നാപകൻ വാതിൽ തുറന്നു കൊടുത്ത ശുശ്രൂഷ രംഗത്ത് ആടുകളുടെ അടുക്കിലേക്ക്, യഹൂദന്മാരുടെ അടുക്കിലേക്ക് ആ കർത്താവ് വന്നു. ഞാനാണ് നല്ല ഇടയനെന്ന് പറഞ്ഞു കൊടുത്തിട്ട് യഹൂദന്മാർക്ക് അത് മനസ്സിലായില്ല. കാരണം അവർ കള്ളന്മാരും കവർച്ചക്കാരും ദൈവത്താൽ നിയോഗിതരല്ലാത്ത ശുശ്രൂഷകന്മാരുമായിരുന്നു എന്നതുകൊണ്ടാണ് അവർക്കത് മനസ്സിലാകാഞ്ഞത്. അതാണ് ആ പാരഗ്രാഫിന്റെ രത്ന ചുരുക്കം. 7ാം വാക്യത്തിലേക്ക് വരുമ്പോൾ വായിക്കുന്ന യേശു പിന്നെയും അവരോട് പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ആടുകളുടെ വാതിലാകുന്നു. വാതിൽ എന്ന് പറഞ്ഞാൽ മുമ്പ് ഉപദേശിച്ച അതേ ഉപമാനം തന്നെയാണ് അവിടെ ഉപയോഗിക്കുന്നത്. എന്നാൽ ഇവിടെ കർത്താവ് ഒരു കാര്യം പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നുണ്ട്. 8ാം വാക്യത്തിൽ വരുമ്പോൾ, ഞാൻ ആടുകളുടെ വാതിലാകുന്നു എന്ന് പറഞ്ഞാൽ ആടുകളുടെ സംരക്ഷകൻ, അല്ലെ ആടുകളെ രക്ഷയിലേക്ക് നയിക്കുന്നത് കർത്താവാണ് രക്ഷിതാവ്, കർത്താവാണ് പരിപാലകൻ എന്നുള്ള വിഷയം കർത്താവ് എടുത്തു പറയുകയാണ്. എന്നാൽ അതിനും കർത്താവ് ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്ക്, അതായത് ഇതിനു മുമ്പ് സംഭവിച്ച പരാജയമാണ്. അതിന്റെ 8ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, എനിക്കും മുമ്പേ വന്നവരൊക്കെയും കള്ളന്മാരും കവർച്ചക്കാരും എത്രേ, ആടുകളോ അവരുടെ വാക്ക്
കേട്ടില്ല. എനിക്ക് മുമ്പേ വന്നവരൊക്കെയും കള്ളന്മാരും കവർച്ചക്കാരും അത്രേ. ഇതിനു മുമ്പേ പലരും കർത്താവാണെന്ന് പറഞ്ഞ് വന്നു. പ്രവാചകന്മാരുണ്ടായിരുന്നു, ശുശ്രൂഷകന്മാരുണ്ടായിരുന്നു. നമുക്കറിയാം കർത്താവ് ഏകദേശം 4000 വർഷത്തെ ചരിത്രം കഴിഞ്ഞാണ് കർത്താവ് ഇവിടെ നിൽക്കുന്നത്. അബ്രഹാമിനെ വിളിച്ച് അവിടെ മുതൽ ദൈവത്തിന്റെ വഴികൾ ന്യായപ്രമാണം കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്ത് ഇവിടെ വരെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മുമ്പേ വന്നവരിൽ പലരും കർത്താവ് പറയുക അവര് കള്ളന്മാരും കവർച്ചക്കാരുമായിരുന്നു. ദൈവജനത്തെ അല്ലെങ്കിൽ ദൈവം തെരഞ്ഞെടുത്ത ജനത്തെ വഴിതെറ്റിക്കുവാനായിട്ട് വന്നവർ. അവരുടെ യോഗ്യത നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണമല്ലോ. യെഹെസ്കേൽ പ്രവചനം 34 അധ്യായം അതിന്റെ 1 തൊട്ട് 6 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് നോക്കിയാൽ യെഹെസ്കേൽ പ്രവചനം 34 അധ്യായം 1 മുതൽ 6 വരെ. അതിനകത്ത് പ്രധാനപ്പെട്ട വാക്കുകൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അവിടെ 2-ാം വാക്യത്തിൽ വരുമ്പോൾ യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, തങ്ങളെ തന്നെ മേയ്ക്കുന്ന ഇസ്രായേലിന്റെ ഇടയന്മാർക്ക് അയ്യോ കഷ്ടം. അപ്പോൾ ഇവിടെ ഇതിനു മുമ്പേ വന്ന കർത്താവിന് മുമ്പേ വന്ന ഇടയന്മാരെ കുറിച്ച് യെഹെസ്കേൽ പ്രവാചകനോട് പറയുകയാണ്, തങ്ങളെ തന്നെ മേയ്ക്കുന്ന ഇവർ ആടുകളെ മേയ്ക്കാൻ എന്ന വ്യാജന വന്നിട്ട് ഇവർ എന്ത് ചെയ്യുക? തങ്ങളെ തന്നെ മേയ്ക്കുകയാണ്. എന്ന് പറഞ്ഞാൽ തങ്ങളുടെ സ്വാർത്ഥ കാര്യങ്ങൾക്ക് വേണ്ടി, ഇഷ്ടകാര്യങ്ങൾക്ക് വേണ്ടി ഇവർ ലീഡർഷിപ്പിലേക്ക് വന്നു. എന്നിട്ട് കർത്താവ് ചോദിക്കുക, ഇസ്രായേലിലെ ഇടയന്മാർക്ക് അയ്യോ കഷ്ടം, ആടുകളെയോ അല്ലയോ ഇടയന്മാർ മേയിക്കേണ്ടത്? നിങ്ങൾ മേധസ് തിന്നുകയും ആട്ടുരോമം ഉടുക്കുകയും തടിച്ചിരിക്കുന്നവയെ അറുക്കുകയും ചെയ്യുന്നു. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ആടുകളെ തിന്നു കൊഴുത്തു. ഇന്നുമില്ല അങ്ങനെയുള്ളവര്? തങ്ങളെ തന്നെ കൊഴുപ്പിക്കുവാനായിട്ട് ശുശ്രൂഷ രംഗങ്ങൾ ഉപയോഗിക്കുന്നു. അവർക്ക് ദൈവസഭ നശിച്ചു പോയാൽ, വിശ്വാസികൾ വീണു പോയാൽ, വിശ്വാസികൾ ബലഹീനരായി പോയാൽ, സഭ തകർന്നു പോയാൽ, സഭാകോളുകൾ പൂട്ടപ്പെട്ടു പോയാൽ ഈ ശുശ്രൂഷകന്മാർക്ക് യാതൊരു ദുഃഖവുമില്ല, ഒരു പ്രയാസവുമില്ല. അവർക്ക് എന്തു വേണം? ഈ ആടുകൾ ചിതറിപ്പോയാലും വേണ്ടില്ല, എനിക്ക് തിന്നു കൊഴുക്കണം. അപ്പോൾ ഇത് ആരെക്കുറിച്ചാണ് പറയുന്നത്? പ്രവാചകന്മാർ. യെഹെസ്കേൽ പ്രവാചകൻ പറയുകയാണ്, ഇസ്രായേലിനെ നയിച്ച നായകന്മാരിൽ നല്ലൊരു ശതമാനവും അവർ ജനത്തെ മേയിക്കാതെ തങ്ങളെ തന്നെ മേയിച്ചു. മേയ്ക്കുന്ന വാക്കിന്റെ അർത്ഥം പോഷിപ്പിക്കുക എന്നാണ്. നമ്മൾ അതുകൊണ്ട് 23-ാം സംഘത്തിൽ വായിക്കുന്നത്, പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക്, നീരോട്ടമുള്ള സ്ഥലങ്ങളിലേക്ക് അവർക്ക് ആഹാരവും പോഷണവുമായി കൊടുക്കുന്നു. എന്നാൽ ഇവിടെ എന്ത് സംഭവിക്കുക? തങ്ങളെ തന്നെ പോഷിപ്പിക്കുന്നു. അവർ ജനത്തെക്കുറിച്ച് കരുതിയില്ല. അതിലേറ്റവും മെച്ചമായ ആടുകളെ അവർ കൊന്നു തിന്നു എന്ന് പറഞ്ഞാൽ അവർ ഊറ്റി കുടിച്ചു എന്ന് നമ്മുടെ ഇന്നത്തെ ഭാഷയെ പറയാം. ചൂഷണം ചെയ്ത്, വിശ്വാസികളുടെ ബലഹീനതയെ ചൂഷണം ചെയ്ത് തങ്ങളുടെ കീശ നിറയ്ക്കുന്ന ശുശ്രൂഷകന്മാർ. ഇന്ന് ന്യൂ ജനറേഷൻ ചർച്ചസ് ഉണ്ട്, അല്ലാത്ത നല്ല പ്രൊട്ടസ്റ്റന്റ് ചർച്ചസ് ഉണ്ട്. ഏത് സഭാ നേതൃത്വത്തിലും ഗ്രൂപ്പുകളിലൊക്കെ നമുക്ക് ഇക്കൂട്ടരെ കാണാം. ഇവരുടെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ, തങ്ങളെ തന്നെ പോഷിപ്പിക്കുക. കർത്താവ് പറയാ, അവർക്ക് അയ്യോ കഷ്ടം. പിന്നെ അവർ വിശ്വാസികളോട് കഠിനതയോടെ ഇടപെടുന്നത്. കഠിനതയോടെ ഇടപെടുക എന്ന് പറഞ്ഞാൽ, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയാൽ അവനെ ആ സമൂഹത്തിൽ നിന്ന് പുറത്താക്കുന്ന ഒരവസ്ഥയിലേക്ക് കഠിനതയോടെ, ക്രൂരതയോടെ ഇടപെടുന്ന ഇടയന്മാർ. ഇവിടെ പരീശന്മാർ കർത്താവ് പറഞ്ഞു, ഞാനും പിതാവ് ഒന്നാകുന്നു, പിതാവ് അയച്ചിട്ട് ഞാൻ വന്നു. അവർക്കതൊന്ന് ചിന്തിക്കുവാനുള്ള ക്ഷമ പോലും ഇല്ലാതെ അവർ കർത്താവിനെ കല്ലെറിഞ്ഞു കൊല്ലുവാനും അടിച്ചു കൊല്ലുവാനും ഒക്കെ ആയിട്ട് ശ്രമിക്കുന്ന രംഗം നമ്മൾ കാണുന്നുണ്ട്. ഇത് പഴയ നിയമകാലത്ത് ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ ദൈവം അവരുടെ ലീഡർഷിപ്പിൽ ഉണ്ടായിരുന്ന ഇടയന്മാർ ചെയ്ത പ്രയോഗമാണ്. അതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു? 5-ാം വാക്യത്തിൽ വരുമ്പോൾ അതിന്റെ 4-ാം വാക്യം, നിങ്ങൾ ബലഹീനമായതിനെ ശക്തീകരിക്കുകയോ, ദീനം പിടിച്ചതിനെ ചികിത്സിക്കുകയോ, ഒടിഞ്ഞതിനെ മുറിവ് കെട്ടുകയോ, ചിതറിപ്പോയതിനെ തിരിച്ചു വരുത്തുകയോ, കാണാതെ പോയതിനെ അന്വേഷിക്കുകയോ ചെയ്യാതെ കഠിനതയോടും ക്രൂരതയോടും കൂടെ ഭരിച്ചിരിക്കുന്നു. സഭാ ഭരണം എന്ന് നമ്മൾ പറയുന്നു. ഭരണം എന്ന് പറയുന്നത് പരിപാലനമാണ് മുഖ്യം. ഭരണമുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ എപ്പോഴും സഭാപരിപാലനം, അല്ലെങ്കിൽ നമുക്കറിയാം വിശ്വാസികളെ ആടുകളോട് ചേർത്താണ് ദൈവവചനം ഉപമിച്ചിരിക്കുന്നത്. അപ്പൊ സഭയെ പരിപാലിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ കുറിക്കൊള്ളേണ്ട പ്രവാചക ശബ്ദം ദൈവാത്മാവിൽ തന്നിരിക്കുന്നത് ബലഹീനമായതിനെ ശക്തീകരിക്കുക. അതാണ് ഒന്നാമത്തെ ഉത്തരവാദിത്വം. വിശ്വാസത്തിൽ ബലഹീനനായവനെ പുറത്തു കളയുവാനല്ല, വിശ്വാസത്തിൽ ബലഹീനനായവനെ
ബലപ്പെടുത്തുവാനായിട്ടാണ് ദൈവം ഇടയന്മാരെ സഭയിലാക്കി വെച്ചിരിക്കുന്നത്. ഇടയന്മാരെന്ന് പറഞ്ഞ മൂപ്പന്മാർ ഉൾപ്പെടെ സഭയിലെ ശുശ്രൂഷകന്മാരെ കുറിച്ചുള്ള പൊതുവായ ഉപദേശമാണ്. സഭയെ നയിക്കുന്നവർ, സഭയെ ശുശ്രൂഷ ചെയ്യുന്നവർ ബലഹീനമായതിനെ ശക്തീകരിക്കുന്നതായിരിക്കണം. ദീനം പിടിച്ചതിനെ ചികിത്സിക്കണം എന്ന് പറഞ്ഞാൽ ആത്മീക ജീവിതത്തിൽ ദീനം പിടിക്കുക എന്ന് പറഞ്ഞാൽ അവന്റെ വിശ്വാസത്തിൽ ക്ഷീണിച്ച് അവൻ ജഡികനായി തീർന്നവനായിരിക്കാം. അങ്ങനെ ജഡികനായി തീർന്നാൽ ഞങ്ങൾ സൂപ്പർ ആത്മീകരാണെന്ന് പറഞ്ഞ് അവനെ മാറ്റി നിർത്തുവാനായിട്ടല്ല, അവന്റെ ജഡീകത്വത്തിൽ അവനോട് ചെന്ന് അവനെ ട്രീറ്റ് ചെയ്ത് അവനെ ചികിത്സിച്ച് ആത്മീകമായി അവന്റെ രോഗത്തിന് പരിഹാരം വരുത്തി കൊണ്ടുവരേണ്ട ആത്മീക ഡോക്ടർമാരാണ് ഇടയന്മാർ. അടുത്തെന്താ വായിക്കുന്നത്? ദീനം പിടിച്ച ചികിത്സിക്കുക, ഒടിഞ്ഞതിനെ മുറിവ് കെട്ടുക. ഈ ആടുകളുള്ള ബന്ധത്തിലാണ് പറയുന്നത്. വിശ്വാസികൾക്ക് ഈ ഒടിവൊക്കെ സംഭവിക്കും, വീണ് പരിക്കൊക്കെ പറ്റും. പിന്നെ ചിതറിപ്പോയതിനെ തിരിച്ചു വരുത്തുക. ഒരു വിശ്വാസി സഭയിൽ നിന്ന് പിന്മാറിപ്പോയി എങ്കിൽ ചിതറിപ്പോയതിനെ തിരിച്ചു വരുത്തുവാനായിട്ടാണ് ദൈവം സഭയിൽ ഇടയന്മാരെ ആക്കി വെച്ചിരിക്കുന്നത്. ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ ഇസ്രായേൽ ജനം ചിതറിപ്പോയ ജാതികളുടെ ഇടയിലേക്കാം. ദൈവം അടിച്ചിട്ടാ അവർ ചിതറിയത്, അത് ശരിയാ. പക്ഷെ ചിതറിപ്പോയ ആടുകളെ ഇന്ന് സഭയിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? വിശ്വാസികൾ ഇടരുന്നുണ്ട്, ചിതറിപ്പോകുന്നുണ്ട്, പലതും ദൈവത്തിന്റെ അടി കൊണ്ടിട്ട് പോകുന്നതാണ്. അപ്പൊ ദൈവം അടിച്ചതുകൊണ്ട് ഇനി ഞങ്ങൾ തിരിഞ്ഞു നോക്കേണ്ടതല്ല. അതിന്റെ ദൈവം അടിക്കാനുള്ളത് ദൈവം അടിച്ചു. ഇടയന്മാരെ ദൈവം ഒരു ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ട്, ചിതറിപ്പോയതിനെ ചേർത്ത് കൊണ്ടുവരിക. നമ്മളിൽ അത്ര പേർക്ക് അതിനുള്ള മനോഭാവമുണ്ട്. നമ്മുടെ സഭകളിൽ ഇന്ന് ആളുകൾ കുറഞ്ഞു വരുന്നു, ഒരാത്മീക സന്തോഷമില്ല, ഒരൈക്യതയില്ല. നമുക്ക് ഭയങ്കര പരിഭവമാണ്. കാരണം നമ്മൾ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്വം, നമ്മുടെ ഇടയന്മാർ ചെയ്യേണ്ട ഉത്തരവാദിത്വം കേവലം ഒരു സ്ഥാനത്തേക്ക് ഒതുക്കിയതിന്റെ പരാജയമാണത്. ഇവിടെ കർത്താവ് കൃത്യമായിട്ട് പറയാ, ചിതറിപ്പോയതിനെ ചേർത്ത് കൊണ്ടുവരണം, കാണാതെ പോയതിനെ അന്വേഷിക്കണം. കർത്താവ് അന്ധനായ മനുഷ്യന് സൗഖ്യം കൊടുത്തു. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം. അന്ധനായ മനുഷ്യന് സൗഖ്യം കൊടുത്തിട്ട് കർത്താവ് അവിടെ തന്നെ ഉണ്ട്. പക്ഷെ യഹൂദന്മാരെന്ത് ചെയ്തു? യേശുവിനെ ഇവൻ അംഗീകരിച്ചു, ദൈവപുത്രനായിട്ട് സ്വീകരിച്ചു എന്ന കാരണത്താൽ അവനെ അവരുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് അവർ പുറത്താക്കി. അവന് സൗഖ്യം കൊടുത്ത് യേശുവിനോട് ഇരുന്നാൽ പോരെ? അവൻ എവിടെ ഇരിക്കുന്നത് യേശുവിന് അറിയാം, സർവജ്ഞാനിയായ കർത്താവിന് അറിയാം. പക്ഷെ കർത്താവ് എന്ത് ചെയ്തു? അവന്റെ അടുക്കിലേക്ക് ചെന്നു. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ നല്ല ഇടയനാണ്. നമ്മളോ കാണാതെ പോയി, നമ്മളെ ആരാധിക്കുന്ന കർത്താവ് ഞങ്ങൾ കാണാതെ പോയ ആടുകളായിരുന്നു, ശരിയാ. പക്ഷെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് കാണാതെ പോയ ആടുകളെ കുറിച്ച് ഇടയന്മാരായിരിക്കുന്ന ശുശ്രൂഷകന്മാരായിരിക്കുന്ന നമ്മൾക്ക് എത്ര പേർക്ക് അല്പം ഒരു സങ്കടമെങ്കിലും ഉണ്ടാവുന്നുണ്ട്? നമ്മുടെ സഭയെ സമൂഹത്തിൽ മൊത്തത്തിൽ ഞാൻ കുറ്റം പറയും. പക്ഷെ നമ്മുടെ ഉത്തരവാദിത്വം ദൈവസഭയിൽ, നമ്മുടെ സ്ഥലം സഭയിൽ ഒരു വിശ്വാസി അവൻ വിശ്വാസത്തിൽ നിന്ന് കാണാതെ പോയാൽ എല്ലാവരും സ്വയം തടി നോക്കുന്ന ആളുകളാണ്. അവനൊന്ന് നിന്നിട്ട് വേണ്ടേ മറ്റുള്ളവരൊന്ന് നിർത്താൻ. അതൊരു സ്ഥലത്ത് ശരിയാ. പക്ഷെ സഭയിലെ ഇടയന്മാരുടെ ശുശ്രൂഷ, മൂപ്പന്മാരുടെ ശുശ്രൂഷ എന്ന് പറയുന്നത് ഈ കാണാതെ പോയതിനെ തേടി പിടിച്ച് സഭയിൽ കൊണ്ടുപോകാം. ചിലപ്പോൾ ചെളിക്കുഴിയിലായിരിക്കും വീണ് കിടക്കുന്നത്. പക്ഷെ അവിടെ നിന്ന് അതിനെ കോരി എടുത്തുകൊണ്ടുവരുന്ന ശുശ്രൂഷയാണ് ഇടയ ശുശ്രൂഷ. അത് തന്നെയാണ് സുവിശേഷകന്റെ വേല, അത് തന്നെയാണ് ഉപദേഷ്ടാവിന്റെ വേല, അത് തന്നെയാണ് ഡീക്കന്മാരുടെ ശുശ്രൂഷ. സഭയിൽ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാവരുടെയും ശുശ്രൂഷ ഈ കാണാതെ പോയതിനെ തേടി കൊണ്ടുവരുന്നത്. ഇവിടെ എന്ത് സംഭവിച്ചോ? ഇസ്രായേൽ ജനം കഠിനതയോടെ ജനത്തോട് ഇടപെട്ടു. ഈ നേതാക്കന്മാർ, ലീഡേഴ്സ് അല്ലെങ്കിൽ ഇടയന്മാർ യഹൂദ ജനത്തോട് കഠിനതയോടെ ഇടപെട്ടു. അതുകൊണ്ട് ഒരിക്കലും അവർക്ക് മടങ്ങി വരുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല. 5-ാം വാക്യത്തിൽ വരുമ്പോൾ, ഇടയനില്ലായ്ക കൊണ്ട് അവ ചിതറിപ്പോയിട്ട് അവ കാട്ടിലെ സകല മൃഗങ്ങൾക്കും ഇരയായി തീർന്നു. 6-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് വരുമ്പോൾ, ആരും അവയെ തിരയുകയോ അന്വേഷിക്കുകയോ ചെയ്തിട്ടില്ല. കർത്താവ് യഹോവയായ ദൈവം ഇസ്രായേൽ ജനത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് യെഹെസ്കേൽ പ്രവാചകനിലൂടെ പറയുന്ന തൻ്റെ ഹൃദയത്തിന്റെ ഭാരമാണ് എന്ത്? എൻ്റെ ജനത്തെ നയിക്കുവാനായിട്ട്, എൻ്റെ ജനത്തിനിടയിൽ ലീഡേഴ്സായിട്ട് എഴുന്നേറ്റ വ്യക്തികൾ അവർ തന്നെത്താൻ തിന്നു കൊഴുത്ത് തടിച്ചിരുന്നിട്ട് ആടുകൾ ചിതറിപ്പോയിട്ട് ഒരിക്കൽ പോലും ആ ആടുകൾ എവിടെയാന്ന് അവർ താഴ്വരകളിലേക്കും കാടുകളിലേക്കൊക്കെ ചിതറിപ്പോയിട്ടും അവയെ ഒരു തവണ പോലും അന്വേഷിച്ചിട്ടില്ല. എന്നിട്ട് കർത്താവ് പറയാണ്, ഞാൻ അങ്ങനെയുള്ള ഇടയനാണ്. എനിക്ക് മുമ്പേ വന്നവർ, യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിലേക്ക് മടങ്ങി വരാം. അവിടെ പറയുമ്പോൾ എനിക്ക് മുന്നേ വന്നവർ അവരിങ്ങനെയുള്ളവരായിരുന്നു. അതാണ് കർത്താവ് ഈ പ്രവാചകന്മാരുമായിട്ടുള്ള ഡിഫറൻസ്. ഇത് ആർക്കും മനസ്സിലാവും. ഈ പരീശന്മാരുടെ ലീഡർഷിപ്പിനിടയിൽ ഞെരുങ്ങി പ്രയാസപ്പെട്ടിരിക്കുന്ന യഹൂദന്മാരായിരിക്കുന്ന ആളുകൾക്ക് ഈ കാര്യം മനസ്സിലായി. ഈ പരീശന്മാർ നിമിത്തം
ഞങ്ങൾ പലപ്പോഴും ആത്മീക സത്യത്തിൽ നിന്ന് അകന്നു പോയിരിക്കാൻ. കർത്താവ് കൃത്യമായിട്ട് പറഞ്ഞു, എനിക്ക് മുമ്പേ വന്നവർ അവർ കള്ളന്മാരായിരുന്നു, കവർച്ചക്കാരായിരുന്നു. നിങ്ങളെ ചൂഷണം ചെയ്ത് അവരുടെ സ്ഥാനവും അവരുടെ സമ്പത്തും അവരുടെ മഹത്വവും പേരും പ്രശസ്തിയും മാത്രം അവർ കരുതിക്കൊണ്ട് നിന്നതുകൊണ്ട് അവർ തങ്ങളെ തന്നെ കൊഴുപ്പിച്ചു. എന്നാൽ യഹോവയുടെ ശബ്ദം വരുന്നത്, നിങ്ങളെ ഞാൻ ന്യായം വിധിക്കുമെന്നുള്ളത്. പ്രിയമുള്ള, നമുക്കും ഉണ്ട് ന്യായവിധി. അതുകൊണ്ട് നമ്മുടെ പ്രവാസകാലം ഭയത്തോടെ തികയ്ക്കേണ്ടത് ആവശ്യമാണ്. 10-ാം അധ്യായം 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കവർച്ചക്കാരെ കുറിച്ച് പറഞ്ഞിട്ട്, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷ പ്രാപിക്കും. കർത്താവ് രക്ഷ എന്നുള്ള, അല്ലെ കർത്താവിന്റെ വരവ് എന്നുള്ള വിഷയത്തിലേക്ക് ഫോക്കസ്ഡ് ആയിട്ട് വരികയാണ്. കർത്താവിലൂടെ കടക്കുന്നവൻ രക്ഷ പ്രാപിക്കും. അതായത് കർത്താവ് ഞാൻ നല്ല ആടുകളുടെ ആദ്യം നല്ല ഇടയനാവെന്ന് പറഞ്ഞു. ഇവിടെ വരുമ്പോൾ ഞാൻ വാതിലാണ്, എന്നിലൂടെ അല്ലാതെ ദൈവരാജ്യത്തിലേക്ക് കടന്നു പോകുവാനായിട്ട് കഴിയില്ല. അപ്പോൾ കർത്താവ് തന്റെ രക്ഷാ ദൗത്യം താൻ എന്തിനു വേണ്ടി ഭൂമിയിലേക്ക് വന്നുവെന്ന് കൃത്യമായിട്ട് പറയുകയാണ്. അവിടെ പറഞ്ഞത് 9-ാം വാക്യം, അവൻ അകത്തു വരികയും പുറത്തു പോകുകയും മേച്ചൽ കണ്ടെത്തുകയും ചെയ്യും. രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിന്റെ പ്രത്യേകത, അവൻ ദൈവരാജ്യത്തിനുള്ളിലേക്ക് കർത്താവിനോട് കൂടെ പ്രവേശിക്കും. അവന്റെ ഇടയന്റെ ശബ്ദം കേൾക്കാനായിട്ട് കഴിയും. അവൻ പുറത്തു പോകും. പുറത്തു പോകുന്നത് എന്തിനാ? സഭയ്ക്ക് പുറത്തേക്ക് പോകും, കർത്താവിന്റെ സന്നിധി വിട്ട് പോകുമെന്നല്ല. അവൻ പുറത്തേക്ക് പോകും, മേച്ചൽ കണ്ടെത്തും എന്ന് പറഞ്ഞാൽ ദൈവം അവനെ ആത്മീക വെളിച്ചത്തിലേക്ക്, പ്രകാശത്തിലേക്ക്, ആത്മീക വളർച്ചയുടെ പന്താവിലേക്ക് അവനെ കൊണ്ടുവരുമെന്നാണ് അതിന്റെ ആശയം. അപ്പൊ കർത്താവ് എത്ര നല്ല ഭംഗിയായിട്ടാണ് ഈ വിഷയം അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് നമ്മുടെ ഹൃദയത്തെ തുറക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ വിശ്വാസ ജീവിതത്തെ ഒന്ന് ശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. നമ്മുടെ കർത്താവ് തന്നെ ഇടയനായിട്ട്, നമ്മുടെ കർത്താവായിട്ട് സ്വീകരിച്ചവരാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ, നമ്മുടെ കൈ കീഴിൽ ഏൽപ്പിച്ചിരിക്കുന്ന ആടുകളോടുള്ള ബന്ധത്തിൽ നമ്മൾ എങ്ങനെയാണ്? ഇതിനെല്ലാം നമ്മൾ കണക്ക് കൊടുക്കേണ്ട വ്യക്തികളാണ്. എന്നാൽ സമയം ഇനിയും വൈകിട്ടില്ല. നമ്മളെ തന്നെ യഥാസ്ഥാനപ്പെടുത്തുവാൻ, നമ്മളെ തന്നെ ക്രമീകരിക്കുവാനായിട്ട്, നമ്മളെ തന്നെ ഒന്ന് മോഡിഫൈ ചെയ്യുവാനായിട്ട് ഇനിയും സമയമുണ്ട്. കർത്താവ് വരുവാൻ വൈകിയാൽ നമ്മുടെ സഭകൾ, നമ്മുടെ ഓരോരുത്തരും ഉൾപ്പെട്ട് നിൽക്കുന്ന സ്ഥലം സഭയിൽ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു വിചിന്തനം സഭയുടെ മൊത്തം മാറ്റത്തിനൊരു മുഖാന്തരമായി തീരും. അങ്ങനെ ഓരോരുത്തരും ചിന്തിച്ചാൽ തീർച്ചയായും 1-ാം നൂറ്റാണ്ടിലേതുപോലെ ഒരു ആത്മീക ഉണർവിന്റെ അനുഭവത്തിലേക്ക് സഭകൾക്ക് മടങ്ങി വരുവാനായിട്ട് ഇടയാകും എന്നുള്ളതിന് സംശയമില്ല. കർത്താവ് നമ്മളെ ധാരാളമായിട്ട് സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.